കഥ തുടരുന്നു. അരവിന്ദാക്ഷൻ്റെ ബൊലോറോ ജീപ്പ് പോയത് ആ കുളം കായലിന് അടുത്തേക്കാണ്. കായൽക്കരയിലെ തകര ഷീറ്റ് പാകിയ ഒരു ഷെഡിന് മുന്നിൽ ജീപ്പ് നിന്നു. കണ്ണടയും പോലെ ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. അരവിന്ദാക്ഷൻ ഇറങ്ങി. ഷെഡിൻ്റെ വാതിൽ അല്പം തുറന്ന് ഒരാൾ പുറത്തേക്ക് തലനീട്ടി. അകത്തെ വെളിച്ചം ഒരു നീളൻ ചതുരമായി പുറത്തേക്ക് വന്നു. CA ചെന്ന് അകത്ത് കയറിയതും അവിടെ നിന്നിരുന്ന കോൺസ്റ്റബിൾ വാതിൽ അടച്ചു. അയാളുടെ വിശ്വസ്തരായ 4 പോലീസുകാർ കൂടിയുണ്ടായിരുന്നു അവിടെ. അവർക്ക് നടുവിൽ കസേരയിൽ ബന്ധിച്ച നിലയിൽ ശിവദാസൻ. ഒരു കസേര വലിച്ച് അയാൾക്കെതിരെ ഇട്ടിട്ട് അരവിന്ദാക്ഷൻ ഇരുന്നു. ശിവദാസൻ പകയോടെ അയാളെ നോക്കി. അരവിന്ദാക്ഷ, ഈ തീക്കളിയിൽ നീ ഭസ്മമാകും. എന്നെ ഒരു ഇരുമ്പഴിക്കുള്ളിലും ആക്കാമെന്ന് നീ കരുതണ്ട. അരവിന്ദാക്ഷൻ്റെ മുഖത്ത് ഒരു പുച്ഛഭാവം മിന്നി. അതറിഞ്ഞുകൊണ്ട് തന്നെയാടോ പോലീസിൻ്റെ ടോർച്ചർ സെല്ലിൽ പോലെ ഇടാതെ തന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഏത് ഉരുക്ക് പൂട്ടിയാലും തന്നെ കൊത്തിക്കൊണ്ട് പറക്കാൻ കഴിവുള്ള കഴുകന്മാർ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. CI മീശത്തുമ്പ് മെല്ലെ ഒന്ന് പിരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറായിട്ടും തൻ്റെ ശരീരത്തിൽ ഞങ്ങളാരും കൈവച്ചിട്ട് പോലുമില്ല. താൻ ഞങ്ങളുടെ ചോദ്യങ്ങളോട് സഹകരിക്കാതിരുന്നിട്ട് പോലും. എന്താ കാര്യം ശിവദാസ് തിരിച്ചു ചോദിച്ചു. ഈ ഒരു രാത്രി മുന്നിലുള്ളതുകൊണ്ട്. ഇനി അങ്ങോട്ട് നേരം പുലരും വരെ ഞങ്ങൾക്ക് പിടിപ്പത് പണിയാണ്. തൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കണം, കോൺക്രീറ്റ് FIR തയ്യാറാക്കണം, പിന്നെ നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കണം. എല്ലാം നടന്നത് തന്നെ. ശിവദാസൻ പല്ലിളിച്ചു. നടക്കും ശിവദാസ, ഞങ്ങൾ നടത്തും. അല്ലെങ്കിൽ പിന്നെ ഈ കാക്കിയിടുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത്? അതുകൊണ്ട് മാന്യമായി സഹകരിച്ചാൽ 1 മണിക്കൂറെങ്കിലും ഉറങ്ങാനുള്ള സമയം തരും ഞാൻ. അരവിന്ദാക്ഷൻ തിരിഞ്ഞ് പോലീസുകാരെ നോക്കി. എല്ലാം റെഡിയല്ലേ? റെഡി സാർ. അവർ തുണിച്ചുറ്റിയ ഒരു ഇരുമ്പ് സ്പ്രിങ്, ഒരു ബക്കറ്റിൽ വെള്ളം, ഒരു പാത്രത്തിൽ പഞ്ചസാര, പിന്നെ പൊതിഞ്ഞ തേങ്ങ 2, ഒരു തുവർത്ത്, ഒരു കുപ്പിയിൽ കുറച്ച് അട്ടകൾ എന്നിവ കൊണ്ടുവന്ന് മുന്നിൽ വച്ചു. അത് കണ്ട് നടുങ്ങിപ്പോയി ശിവദാസൻ. എന്തിനത്? അയാളുടെ സ്വരം വിറച്ചു. ഇതോ? CI അരവിന്ദാക്ഷൻ നാവു വളച്ച് മേൽചുണ്ടിൽ മുട്ടിച്ചിട്ട് ഒരു ചൂളം വിളിച്ചു. ഇതൊക്കെ ഓരോ കലാപരിപാടിക്കല്ലേ ശിവദാസ? പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ നേരിട്ട് അനുഭവിക്കുന്നതാണ് ഏറെ രസകരം. തുടർന്ന് അയാൾ തിരിഞ്ഞ് പോലീസുകാരിൽ ഒരാളെ നോക്കി. പേനയും പാടും എടുത്തോ. ശിവദാസൻ ഒന്നും വിട്ടുപോകാതെ എല്ലാം പറയാൻ പോകുകയാണ്. കോൺസ്റ്റബിൾ റൈറ്റിംഗ് പാടും പേനയുമായി മുന്നോട്ട് നീങ്ങി നിന്നു. അരവിന്ദാക്ഷൻ ശിവദാസനെ നോക്കി ചിരിച്ചു. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. തനിക്ക് ഞങ്ങളോട് സഹകരിക്കാം, സഹകരിക്കാതിരിക്കാം, രണ്ടായാലും വിഷയമല്ല. ശിവദാസൻ നെറ്റിച്ചുളിച്ച് CIയെ തന്നെ നോക്കിയിരുന്നു. ഉള്ളിൽ ഭീതി മുളച്ചു തുടങ്ങിയെങ്കിലും അത് അയാൾ പുറത്തു കാട്ടിയില്ല. ആക്കുളം കായലിന് മീതെ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. അത് ആ തകര ഷീറ്റുകളിലടിച്ച് ഭീതിതമായ ശബ്ദം ഇടയ്ക്കിടെ ഉണ്ടാക്കി. കഴിഞ്ഞ 24 മണിക്കൂറായിട്ടും തന്നെ രക്ഷിക്കാൻ തൻ്റെ തമ്പുരാക്കന്മാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിന് ഒരേയൊരു അർത്ഥമേ ഉള്ളൂ ശിവദാസ, അവർ തന്നെ കൈവിട്ടെന്ന്. അരവിന്ദാക്ഷ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു. ശേഷം ലൈറ്ററിൻ്റെ നാളത്തിൽ നിന്ന് തീ പടർത്തി ഒരു കവിൾ പുകയൂതി. പിന്നെ തുടർന്നു. ഇത്രയും കാലം താൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം അനുഭവിക്കാതെ മരണം പോലും തന്നെ കൊണ്ടുപോകില്ല, എനിക്കറിയാം. അതുകൊണ്ട് മസിൽ പിടിച്ചിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. ശിവദാസൻ പക്ഷേ ആ വാക്കുകൾ അവഗണിച്ചു. ഞാൻ ചെയ്യാത്ത കാര്യം നിങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. അയാളുടെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. ഓക്കെ, ഇനിയെല്ലാം തൻ്റെ ഇഷ്ടം. ഞാൻ തുടങ്ങുകയാണ്. അരവിന്ദാക്ഷൻ കസേരയിൽ മുന്നോട്ടാഞ്ഞിരുന്നു. താൻ എന്തിനാ മരിയ ഫെർണാണ്ടസിനെ കൊന്നത്? ഇല്ല, ഞാൻ കൊന്നിട്ടില്ല. ഓക്കെ, പിന്നെ എന്തിനാ അവിടെ പോയത്? വ്യഭിചരിക്കാൻ. ശിവദാസൻ അലറി. അങ്ങനെ ഒരു മറുപടി കിട്ടിയാൽ നിനക്ക് തൃപ്തിയാകുമോടോ? അരവിന്ദാക്ഷൻ്റെ മുഖത്തേക്ക് ചോര ഇരച്ചു കയറി. നീ എന്നും എടാന്നൊക്കെ ഒരു പോലീസ് ഓഫീസറെ വിളിക്കാൻ നിനക്ക് ആരുടെ ധൈര്യം തന്നത്? ചോദ്യവും കാലുയർത്തിയ ഒറ്റച്ചവിട്ടും ഒപ്പമായിരുന്നു. അയ്യോ! കസേരയോടൊപ്പം ശിവദാസൻ പിന്നിലേക്ക് മലർന്നു വീണു. CI പോലീസുകാർക്ക് കണ്ണുകൊണ്ട് ഒരു അടയാളം നൽകി. അവർ കസേരയോടൊപ്പം ശിവദാസനെ ഉയർത്തി നേരെ ഇരുത്തി. ഇനി ഇങ്ങനെ സംസാരിക്കുമോടാ? ശിവദാസിൻ്റെ മുഖം കുനിഞ്ഞു. അരവിന്ദാക്ഷൻ അയാളുടെ താടി പിടിച്ചുയർത്തി. മറുപടി പെട്ടെന്ന് വേണം. ഇല്ല, ഞാനിനി അങ്ങനെ പറയില്ല, ശിവദാസൻ പറഞ്ഞു പോയി. വെരി ഗുഡ്. അരവിന്ദാക്ഷൻ അയാളുടെ കവിളത്ത് മെല്ലെ ഒന്നടിച്ചു. മരിയയുടെ വീട്ടിൽ പോയത് എന്തിനെന്ന് പറഞ്ഞില്ല? അവളെ കാണണമായിരുന്നു. ബാക്കി ഞാൻ കോടതിയിൽ പറഞ്ഞോളാം. അരവിന്ദാക്ഷൻ തിരിഞ്ഞ് കോൺസ്റ്റബിളെ നോക്കി. സുരേഷേ, രക്ഷയില്ല. സാർ. സുരേഷ് തുണി ചുറ്റിയ ഇരുമ്പ് സ്പ്രിങ് അരവിന്ദാക്ഷൻ്റെ കയ്യിൽ കൊടുത്തു. അടുത്ത നിമിഷം അത് വീശി ഒറ്റയടിയായിരുന്നു. CI കാളയുടെ പുറത്ത് ചാട്ടുകൊണ്ട് അടിക്കുന്നത് പോലെ ഒരൊച്ച. ഹാ! ശരീരം ചുറ്റി അടിയേറ്റ ശിവദാസൻ കസേരയിലിരുന്ന് പൊളഞ്ഞു. ഒരു തവണ കൂടി സ്പ്രിങ് വടി വട്ടം ചുറ്റി അയാളുടെ ശരീരത്തിൽ അടി വീണു. എടാ! വേദനയും അപമാനവും കൊണ്ട് ശിവദാസൻ ചീറി. എൻ്റെ ശരീരത്തിൽ വീഴുന്ന ഓരോ അടിക്കും നിന്നോട് ഞാൻ എണ്ണി കണക്ക് തീർക്കും. നിൻ്റെ കുടുംബം മുടിച്ച് നശിപ്പിക്കും ഞാൻ. CI അരവിന്ദാക്ഷൻ്റെ കണ്ണുകളിൽ ഒരു തീപ്പൊരി പാറി വീണു. അത് അവിടെ കിടന്ന് ജ്വലിച്ചു. കസേര പിന്നോട്ട് തള്ളി ഒരു ഗർജനത്തോടെ അയാൾ ചാടി എഴുന്നേറ്റു. ഇനി നീ ജീവിച്ചിരുന്നാൽ പോലും 6 മാസത്തിനപ്പുറം പോകില്ല. കോടതിയിലെത്തുമ്പോൾ നിന്റെ ശരീരത്തിൽ ഒരു പാട് പോലും കാണില്ല.
അയാൾ വെട്ടിത്തിരിഞ്ഞു. ഇവനെ കസേരയിൽ നിന്ന് അഴിക്കേ. ഒരു പോലീസുകാരൻ ശിവദാസിനെ കസേരയിൽ നിന്ന് വേർപ്പെടുത്തി. CI അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് വലിച്ചുയർത്തി. പിന്നെ കൈനീട്ടി സുരേഷ് പൊതിച്ച തേങ്ങ ഒരു തുവർത്തിൽ പൊതിഞ്ഞ് CIയെ ഏൽപ്പിച്ചു. ശിവദാസൻ ഒരിക്കൽ കൂടി നടുങ്ങി. അരവിന്ദാക്ഷാ, ഇത് ചോരക്കളിയാണ്. CI അത് ശ്രദ്ധിച്ചില്ല. പകരം ശിവദാസിൻ്റെ ശിരസ് പിടിച്ച് തൻ്റെ ഇടത് കക്ഷത്തിൽ ഒതുക്കി. പിന്നെ തുവർത്തിൽ പൊതിഞ്ഞ തേങ്ങ കൊണ്ട് മുന്നോട്ട് ആഞ്ഞു വളഞ്ഞു നിൽക്കുന്ന ശിവദാസിൻ്റെ നട്ടെല്ലിന് മീതെ തുരുതുരെ 4-5 അയ്യോ! നട്ടെല്ല് പൊട്ടിപ്പോകുന്ന വേദനയിൽ ശിവദാസൻ അലറി. തേങ്ങ തുവർത്തിനുള്ളിൽ ചതഞ്ഞുടഞ്ഞ് വെള്ളമൊഴുകി. ശിവദാസിൻ്റെ തുറന്ന വായിലൂടെ ഉമിനീരും ചോരയും കൂടിക്കലർന്ന് നൂല് പോലെ താഴേക്കൊഴുകി. താൻ ഓർക്കുന്നുണ്ടോ ശിവദാസ, 2 വർഷങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനെത്തിയ പെൺകുട്ടിയുടെ മേൽ താൻ കൈവച്ചത്? അവളെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട്. ശിവദാസൻ പണിപ്പെട്ട് ശ്വാസം വലിച്ചുവിടുന്ന ശബ്ദം മാത്രം കേട്ടു. അരവിന്ദാക്ഷൻ തുടർന്നു. അന്ന് കേസുണ്ടായപ്പോൾ മുങ്ങിയ തന്നെ ഒരു രാത്രിയിൽ പാർട്ടി ഓഫീസിൽ കയറി ഞാൻ തപ്പിയപ്പോൾ ഉണ്ടായ ബഹളങ്ങൾ. ആരും ഒന്നും വിളിച്ചു പറയുന്നില്ലെങ്കിലും ആരുടെ മനസ്സിലെങ്കിലും നിനക്ക് മാന്യമായ ഒരു സ്ഥാനമുണ്ടോടാ? ശിവദാസൻ അപ്പോഴും പ്രതികരിച്ചില്ല. അരവിന്ദാക്ഷൻ കയ്യിലിരുന്ന പൊട്ടിയ തേങ്ങ തോർത്തിനോടൊപ്പം വലിച്ചെറിഞ്ഞു. തെമ്മാടിത്തരം കാണിക്കുന്നതിൻ്റെ ഓഫീസിൽ മാത്രമല്ലടാ എവിടെയും കയറും തന്തയ്ക്ക് പിറന്ന പോലീസുകാർ. അതിൻ്റെ പേരിൽ എന്ത് നടപടി ഉണ്ടായാലും എന്നെ പോലെയുള്ളവർ ഒരു കോഴിത്തൂവലിൻ്റെ വില പോലും കൽപ്പിക്കില്ല. അന്നത്തെ പ്രശ്നത്തിൻ്റെ പേരിൽ എൻ്റെ ഒരു പ്രൊമോഷൻ താൻ തടഞ്ഞു. പക്ഷേ അപ്പോൾ കരുതിയില്ല താൻ ഇങ്ങനെ എൻ്റെ കയ്യിൽ വന്നു വീഴുമെന്ന്. അരവിന്ദാക്ഷൻ ശിവദാസിനെ തൻ്റെ കക്ഷത്തിൽ നിന്ന് വേർപ്പെടുത്തി. എന്നിട്ടും അയാൾക്ക് നിവർന്നു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇനി പറയടാ, എന്തിനാ മരിയയെ കാണാൻ പോയത്? ഇല്ലെന്ന ഭാവത്തിൽ ശിവദാസൻ തലയനക്കി. പിന്നെ മന്ത്രിച്ചു, വെള്ളം. അരവിന്ദാക്ഷൻ തിരിഞ്ഞ സുരേഷിനെ നോക്കി. മതിയെന്ന് പറഞ്ഞാലും നിർത്തരുത്. ഇയാളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ? സുരേഷ് ഒരു വലിയ മഗ്ഗിലേക്ക് ഏറെ അളവിൽ പഞ്ചസാരയിട്ടു. പിന്നെ അതിൽ വെള്ളമൊഴിച്ച് ശരിക്കിളക്കി. കസേരയിലിരിക്കെ. സുരേഷ് ശിവദാസിൻ്റെ നേർക്ക് കൈ ചൂണ്ടി. വീഴും പോലെ ശിവദാസൻ ഇരുന്നു. ഒപ്പം വേദന കൊണ്ട് അയാൾ നിലവിളിക്കുകയും ചെയ്തു. സുരേഷ് പഞ്ചസാര കലക്കിയ വെള്ളം നിറഞ്ഞ മഗ് ശിവദാസിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. കുടിക്കേ. ശിവദാസൻ സുരേഷിനെയും CI അരവിന്ദാക്ഷനെയും മറ്റ് കോൺസ്റ്റബിൾസിനെയും മാറി മാറി നോക്കി. കുടിക്കടാ. ഒരു തുള്ളിയെങ്കിലും താഴെ പോയാൽ ആ കുളംകായലിന് അടിത്തട്ടിൽ നിനക്ക് ജലസമാധി. അരവിന്ദാക്ഷൻ്റെ ചെന്നിയിൽ ഞരമ്പുകൾ ചിലന്തിക്കാലുകൾ കണക്കെ പിടയുന്നത് ശിവദാസൻ കണ്ടു. എന്നിട്ടും അയാൾ മടിച്ചു. ഇത് നല്ല ഒന്നാന്തര മരുന്ന. നാരങ്ങയില്ലായിരുന്നു, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആക്കി തന്നേനെ. സുരേഷ് പരിഹസിച്ചു. എനിക്ക് ഷുഗറുണ്ട്, ശിവദാസൻ മന്ത്രിച്ചു. അത് ഞങ്ങൾക്കറിയാം. സുരേഷ് ചിരിച്ചു. അതുകൊണ്ടാണല്ലോ പ്രായപൂർത്തിയാകാത്ത പെങ്കൊച്ചിനെ കണ്ടപ്പം മണപ്പുണ്ടായത്. ശിവദാസൻ മഗ് ചുണ്ടോടടുപ്പിച്ചു. ഒരിറക്ക് അകത്തായപ്പോഴേക്കും അയാൾക്ക് ഓക്കാനും വന്നു. കടുത്ത മധുരം. എനിക്ക് വേണ്ട. അയാൾ മഗ് മാറ്റി. ആ, നീ തന്നെയല്ലേ പറഞ്ഞത് വെള്ളം വേണമെന്ന്. ഇനി കുടിക്കാതെ വിടുന്ന പ്രശ്നമില്ല. പറഞ്ഞതും സുരേഷ് മഗ് വാങ്ങി. CI കണ്ണുകൊണ്ട് ഒരടയാളം നൽകി. 2 പോലീസുകാർ കൂടി മുന്നോട്ട് വന്നു. ഒരാൾ ശിവദാസിൻ്റെ ശിരസ് അനങ്ങാനാവാത്ത വണ്ണം മുറുകെ പിടിച്ചു. അടുത്തയാളുടെ വിരലുകൾ അയാളുടെ കവിളിൽ മുറുകി. തവളവായി പിളർക്കും പോലെ ശിവദാസിൻ്റെ വായി തുറക്കപ്പെട്ടു. സുരേഷ് അവിടേക്ക് പഞ്ചസാര വെള്ളം ഒഴിച്ചു കൊടുത്തു. തുപ്പിക്കളയാനുള്ള ശിവദാസിൻ്റെ പരിശ്രമം പാളി. ഒരു മഗ് വെള്ളം അയാൾ കുടിച്ചു തീർത്തു. മറ്റുള്ളവർ പിടിവിട്ടു. കൊള്ളാം ശിവദാസ, മുഖ്യമന്ത്രിയുടെ നിഴലായിൽ നിന്ന് ഒരുപാട് പേരെ കുടിപ്പിച്ചിട്ടുള്ളവനല്ലേ നീ. ഇനിയെങ്കിലും സത്യം പറയാൻ തോന്നുന്നുണ്ടോ? ഇല്ലട പന്നി. കല്ലിൽ വെച്ച് അരച്ചാലും എൻ്റെ നാവിൽ നിന്ന് ഒരക്ഷരം പോലും നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അയാൾ തല കുടഞ്ഞു. ശരി. അരവിന്ദാക്ഷൻ തിരിഞ്ഞു. സുരേഷേ, ഇയാളുടെ ഷർട്ട് ഒന്ന് അഴിച്ചു മാറ്റിക്കേ. പോടാ, പറ്റത്തില്ല. അയാൾ മുഖമടച്ച് ഒരാട്ടാട്ടി. സുരേഷും മറ്റൊരാളും ചേർന്ന് അയാളുടെ ഷർട്ട് അഴിച്ചു മാറ്റി. ശിവദാസൻ ബനിയൻ ധരിച്ചിരുന്നു. CI അരവിന്ദാക്ഷൻ കുനിഞ്ഞ് കറുത്ത അട്ടകളെ സൂക്ഷിക്കുന്ന കുപ്പിയെടുത്തു. അതിൻ്റെ അടപ്പ് തുറന്നു. എന്താണ് അയാളുടെ ലക്ഷ്യമെന്ന് ശിവദാസിന് മനസ്സിലായില്ല. സുരേഷ് പെട്ടെന്ന് ശിവദാസിൻ്റെ കൈകൾ പിന്നിലേക്ക് പിടിച്ചു തിരിച്ചു. മറ്റൊരാൾ ഒരു പ്ലാസ്റ്റിക് ചരട് കൊണ്ട് കൈകൾ ചേർത്ത് കെട്ടി. അരവിന്ദാക്ഷൻ ശിവദാസിൻ്റെ ബനിയൻ്റെ മുൻഭാഗം മുന്നോട്ട് വലിച്ചകറ്റി. ശേഷം അട്ടകളുള്ള കുപ്പി ഉള്ളിലേക്ക് ചരിച്ചു. അയ്യേ! അട്ടകൾ തൻ്റെ വയറ്റത്തേക്ക് വീണതും ശിവദാസൻ പുളഞ്ഞു. കൈകൾ ബന്ധിച്ചിരിക്കുന്നത് കാരണം മറ്റൊന്നിനും ആകുന്നില്ല. അയാൾ നിന്നു തുള്ളാൻ തുടങ്ങി. കൊള്ളാം ശിവദാസ, സാധാരണ പഞ്ചസാര വെള്ളം കുടിപ്പിച്ചു കഴിഞ്ഞ് ഞങ്ങൾ തുള്ളിക്കാറാണ് പതിവ്. ഇത് പക്ഷേ താൻ തനിയെ തുള്ളുന്നല്ലോ. CI കസേരയിലിരുന്നു. അയാളുടെ ശബ്ദം മുറുകി. ഇന്നു മുതൽ താൻ എണ്ണിക്കോ ശിവദാസ. കൃത്യം 150 ദിവസം തികയ്ക്കില്ല താൻ. തൻ്റെ അസ്ഥികൾ പോലും ഐസ് പോലെ അലിഞ്ഞു പോകും. ശിവദാസൻ ഉൾക്കടമായി നടുങ്ങി. അരവിന്ദാക്ഷ, എന്നെ രക്ഷിക്കണം. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും റിപ്പോർട്ട് എഴുതിക്കോ. ഞാൻ ഒപ്പിട്ട് തരാം. അയാൾ വിലപിച്ചു. CI അരവിന്ദാക്ഷൻ്റെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി മിന്നി. അയാൾ കോൺസ്റ്റബിൾ സുരേഷിനെ നോക്കി. സുരേഷ് ഒരു പേപ്പർ റൈറ്റിംഗ് പാഡിന് മുകളിൽ വെച്ച് അതിന് മീതെ ഒരു പേനയും ഇട്ടു. പിന്നെ ശിവദാസിനെ നേർക്ക് നീട്ടി. പാരവശ്യത്തോടെ ശിവദാസൻ പേപ്പറിന് താഴെ ഒപ്പിട്ടു. അട്ടകൾ അയാളുടെ ബനിയനുള്ളിൽ ഇഴഞ്ഞുകൊണ്ടിരുന്നു.
ആറന്മുള സത്രക്കടവിൽ കുളിക്കാനെത്തിയ സ്ത്രീകളാണ് ആദ്യം അത് കണ്ടത്. പഴുത്തു വീർത്ത ഒരു ശവശരീരം ഒഴുകി വരുന്നു. സ്ത്രീകൾ ഓടി കരയ്ക്ക് കയറി. കാറ്റിൻ്റെ വേഗത്തിൽ വാർത്ത പരന്നു. അറിഞ്ഞവർ സംഭവസ്ഥലത്തേക്ക് ഓടി. അപ്പോഴേക്കും ശവശരീരം താഴേക്ക് പോയിരുന്നു. അപ്പോൾ ഓടിക്കൂടിയവർ കഴിച്ചുകൊണ്ടി. അതാ മറ്റൊരെണ്ണം കൂടി. ജനങ്ങൾ ഞെട്ടി. ആരോ ആറന്മുള പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. CIയും SIയും അടങ്ങുന്ന സംഘം ഉടൻ പാഞ്ഞെത്തി. അപ്പോൾ അവർ കണ്ടു മൂന്നാമത് ഒരു മൃതദേഹം കൂടി. മീഡിയക്കാർ അവിടേക്ക് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. എന്നാൽ വാർത്തയറിഞ്ഞതേ പിങ്ക് പോലീസ് SI വിജയ്ക്ക് മനസ്സിലായി ആ ശവശരീരങ്ങൾ ആരുടേതാണെന്ന്. അവർ ഉടൻ തന്നെ റെഡ് ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് മെസ്സേജ് നൽകി. അപ്പോൾ ജാതിത്തോട്ടം കാവൽക്കാരൻ നടരാജൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു. SI ബെഞ്ചമിൻ മറ്റുള്ളവരോട് പറഞ്ഞു, ശവശരീരങ്ങൾ ആറ്റിലെറിഞ്ഞത് അയാൾ തൻ്റെ ഭാഗം രക്ഷപ്പെടുത്തി. ബിന്ദുലാലും ആർജവും ഉമേഷ് കുമാറും വിഷ്ണുദാസും അത് ശരിവച്ചു. ആ സമയം പത്തനംതിട്ടയിൽ മുൻ ആഭ്യന്തരമന്ത്രി രാജസേനൻ്റെ വീട് കട്ടിൽക്കാലുകൾക്ക് അടിയിൽ അമർത്തിവെച്ചിരുന്ന പഴവങ്ങാടി ചന്ദ്രൻ്റെ കൈപ്പത്തികളും നീരുവന്ന് വീർത്തിരുന്നു. കൈപ്പത്തികൾക്കുള്ളിലേക്ക് കട്ടിൽക്കാലുകൾ പുതഞ്ഞിറങ്ങിയ അവസ്ഥയായിരുന്നു. നിലവിളിക്കാനുള്ള ചന്ദ്രൻ്റെ ശേഷി പോലും നഷ്ടപ്പെട്ടു തുടങ്ങി. വല്ലപ്പോഴും മുറിയിലെത്തുന്ന വിക്രമനും സാദിഖിനും തോന്നിയാൽ മാത്രം ചന്ദ്രൻ്റെ വായിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തെങ്കിലായി. നിങ്ങൾക്ക് എന്നെയൊന്ന് കൊന്നു തരാമോ? അവസാനം സഹിക്കട്ടെ പഴവങ്ങാടി ചന്ദ്രൻ ചുണ്ടനക്കി. തീർച്ചയായും അങ്ങനെ തന്നെ ചെയ്തിരിക്കും ചന്ദ്ര. പക്ഷേ അതിനു മുമ്പ് നിന്റെ ജാതകത്തിൽ കുറേ കൂടി അനുഭവിക്കാനുണ്ടെന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചല്ലേ പറ്റൂ. ചന്ദ്രൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. എങ്കിലും പോളകളെ പിളർത്തിക്കൊണ്ട് 2 തുള്ളികൾ താഴേക്കിറ്റു. ഉച്ചയ്ക്ക് ശേഷം ആറന്മുള പമ്പ നദിയിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങൾ പോലീസ് തിരിച്ചറിഞ്ഞു. എല്ലാവരും കുറ്റവാളികളുടെ ലിസ്റ്റിലുള്ളവർ. അവരുടെ പേരുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഗ്രിഗറി എന്നത് TVയുടെ സ്പാനർ മൂസ കേട്ടു. തൻ്റെ റൂമിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. മുഖ്യമന്ത്രിയുടെ PA ഒരു വിദേശ യുവതിയെ കൊന്നുവെന്ന വാർത്ത പ്രചരിച്ചപ്പോൾ മുതൽ തലസ്ഥാനത്ത് അക്രമങ്ങളുടെ പരമ്പരയായിരുന്നു. TVയിലൂടെ അതൊക്കെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മൂസ. തൻ്റെ അനുചരൻ്റെ മരണം മൂസയെ ഞെട്ടിച്ചു. അയാൾ വിവരം രാഹുലിനെ അറിയിച്ചു. ഒരു നിമിഷത്തിന് ശേഷം രാഹുലിൻ്റെ മറുപടി കിട്ടി. ഞാൻ ചീഫ് മിനിസ്റ്ററെ കാണാൻ പോവുകയാണ്. മടങ്ങി വന്നിട്ട് നമുക്ക് ബാക്കി കാര്യം ചർച്ച ചെയ്യാം. രാഹുൽ റേഞ്ച് റോവറിൽ കയറുകയായിരുന്നു. കാർ കോവളത്തിന് പാഞ്ഞു. മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ നിന്ന് റേഞ്ച് റോവർ കാർ വലത്തേക്ക് വെട്ടിത്തിരിഞ്ഞു. പിന്നെ പേട്ട റോഡിലേക്ക്. പേട്ടയിൽ നിന്ന് ബൈപ്പാസിലേക്ക് പോകുമ്പോൾ ബ്രിഡ്ജിന് അടിയിലൂടെ ഒരു ട്രെയിൻ അലറിപ്പാഞ്ഞുപോയി. ബൈപ്പാസിലേക്ക് പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് റോഡ് ബ്ലോക്കായി. മുന്നിലൂടെ പ്രതിപക്ഷത്തിൻ്റെ കൂറ്റൻ ജാഥ വരുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന പ്ലക്കാർഡുകൾ. ഏറ്റവും മുന്നിൽ മുഖ്യമന്ത്രി വേലായുധൻ മാസ്റ്ററുടെ കോലം ഉയർത്തിപ്പിടിച്ചിരുന്നു. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പോലീസിൻ്റെ വൻ പട തന്നെയുണ്ട് ജാഥയ്ക്ക് ഒപ്പം. രാഹുൽ സ്റ്റിയറിംഗ് വീലിൽ താളം പിടിച്ചുകൊണ്ട് ഊറിച്ചിരിച്ചു. ഇത്തവണ മുഖ്യൻ്റെ രാജി കാണാതെ പ്രതിപക്ഷം അടങ്ങിയിരിക്കില്ല എന്ന് അവൻ ഉറപ്പായിരുന്നു. ജാഥ കടന്നുപോയി. റോഡ് ക്ലിയറാകുവാൻ പിന്നെയും 10 മിനിറ്റോളം വേണ്ടിവന്നു. രാഹുൽ ആക്സിലേറ്റർ ഞെരിച്ചു. ബൈപ്പാസിലൂടെ റേഞ്ച് റോവർ റോക്കറ്റ് വേഗത്തിൽ പാഞ്ഞു. കോവളം ഹോട്ടൽ മുറിയിൽ വേലായുധൻ മാസ്റ്റർ തനിച്ചായിരുന്നു. മുന്നിലിരുന്ന LCD TVയിൽ ജാഥയുടെ ദൃശ്യങ്ങൾ തെളിഞ്ഞുകൊണ്ടിരുന്നു. താഴെ ബ്രേക്കിംഗ് ന്യൂസായി ശിവദാസിനെ റിമാൻഡ് ചെയ്ത വാർത്തയും എഴുതി കാണിക്കുന്നുണ്ട്. മാസ്റ്റർ ശരീരം മുഴുവൻ മുളകുപൊടി വീണതുപോലെ പുകഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ തീർന്നുവെന്ന് ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ തോന്നി. വാതിലിൽ ആരോ തട്ടി. മാസ്റ്റർ ഒന്ന് നടുങ്ങി. വല്ല മീഡിയക്കാരുമാണെങ്കിൽ അതോടെ തീർന്നു. താൻ ഡൽഹിയിലില്ല എന്ന് ഇതിനോടകം അവർ കണ്ടെത്തി കഴിഞ്ഞു. തനിക്കും കൂടി ഷെയറുള്ള ഹോട്ടലാണിത്. അതിനാൽ ഇവിടെ വന്ന് തന്നെ ആരും കണ്ടെത്തില്ല എന്ന് ഉറപ്പുണ്ട്. വീണ്ടും വാതിലിൽ തട്ടുന്നു. കരുതലോടെ മാസ്റ്റർ വാതിക്കലേക്ക് ചെന്നു. സേഫ്റ്റി ചെയിൻ എടുത്തിട്ട് വാതിൽ അല്പം തുറന്നു നോക്കി. അയാളുടെ മുഖത്ത് കോപത്തിൻ്റെ അലകൾ മിന്നി. എങ്കിലും കടിച്ചൊതുക്കി. പുറത്ത് രാഹുലായിരുന്നു. തൽക്കാലം പേടിക്കേണ്ട മാഷേ, മീഡിയക്കാരെ ഒപ്പം കൊണ്ടുവന്നിട്ടില്ല ഞാൻ. രാഹുൽ ചിരിച്ചു. മാസ്റ്റർ അരോചകതയോടെ ഒന്നും പറയാതെ പിന്തിരിഞ്ഞു. രാഹുൽ അകത്ത് കയറി വാതിൽപ്പാളിയിൽ ബോൾട്ടിട്ടു. മാസ്റ്റർ ഗൗരവത്തിൽ കസേരയിലിരുന്നു. രാഹുൽ TVയിലേക്കും മാസ്റ്റർ മുഖത്തേക്കും മാറി മാറി നോക്കി. പ്രതിപക്ഷത്തിൻ്റെ സമരം കൂടുതൽ രൂക്ഷമാകുകയാണല്ലോ മാഷേ. ഒക്കേക്കും കാരണക്കാരൻ നീ ഒരുത്തനല്ലേ? അതെ, ഈണത്തിൽ പറഞ്ഞുകൊണ്ട് രാഹുൽ വേലായുധൻ മാസ്റ്റർക്ക് എതിരായിരുന്നു. നീ എന്തിനാ ഇപ്പോഴിങ്ങോട്ട് എഴുന്നള്ളിയത്? വേഗം പറഞ്ഞിട്ട് പോടാ. മാസ്റ്റർക്ക് സഹിക്കട്ടു. കാര്യം ഇന്നലെ ഞാൻ ഫോണിൽ സൂചിപ്പിച്ചിരുന്നു. എൻ്റെ അച്ഛന് ചീഫ് മിനിസ്റ്റർ പദവി. നിങ്ങൾ മന്ത്രിസഭയിലുണ്ടാവാനേ പാടില്ല. മാസ്റ്റർ മുഖം വലിഞ്ഞു മുറുകി. പറ്റില്ല, പറ്റണം, പറ്റിക്കണം. ഈ മന്ത്രിസഭ താഴെ വീണാലൊന്നും എനിക്കൊരു ചുക്കും സംഭവിക്കില്ല. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഗ്രൂപ്പിലുള്ള 22 MLA-മാർ നാളെ പുലർച്ചെ റിസൈൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ എതിർത്ത് നിന്നാൽ പോലും മന്ത്രിസഭ ഓടയിൽ വീഴും. പ്രതിപക്ഷത്തിന് ഞങ്ങളുടെ ഗ്രൂപ്പുകാർ പിന്തുണ നൽകും. പുതിയ മന്ത്രിസഭ വരും. അവർ ആദ്യം പുറത്തിറക്കുന്ന ഉത്തരവ് നിങ്ങൾക്ക് എതിരെയുള്ള വിജിലൻസ് അന്വേഷണമാവും. ശിരസിൽ തീ വീണതുപോലെ മാസ്റ്റർ നടുങ്ങി. രാഹുലേ, അലറുകയായിരുന്നു വേലായുധൻ മാസ്റ്റർ. രാഹുൽ അക്ഷോഭനായി വിളികേട്ടു. എന്തോ? എനിക്ക് കുരുക്ക് വീണാൽ നിൻ്റെ അച്ഛനെയും ഞാൻ കുരുക്കും. അല്ലെങ്കിൽ നീ നോക്കിക്കോ. മാസ്റ്റർ ഭീഷണിപ്പെടുത്തി.
എന്നാൽ രാഹുൽ കുലുങ്ങിയില്ല. ഞങ്ങൾ ഭരിക്കുമ്പോൾ എൻ്റെ അച്ഛനെ ഒരുത്തനും കുരുക്കത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു തീർന്നില്ല. ഇന്ന് രാത്രിയിൽ പഴവങ്ങാടി ചന്ദ്രനെ ഞാൻ മീഡിയയ്ക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യും. അവൻ ഞങ്ങൾക്ക് മുന്നിൽ കുറ്റസമ്മതം നടത്തിയതിൻ്റെ പെൻഡ്രൈവ് ഉൾപ്പെടെ. മാസ്റ്ററുടെ ശ്വാസഗതിക്ക് വേഗതയേറി. അയാളുടെ അസ്വസ്ഥത രാഹുൽ കണ്ടറിഞ്ഞു. അവൻ തുടർന്നു. അതോടെ നിങ്ങൾക്ക് നേരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോകാം. അതുപോരാഞ്ഞ് നിങ്ങളുടെ ജാരസന്തതിയെയും ഞങ്ങൾ ജനത്തിന് മുന്നിൽ നിർത്തിക്കൊടുക്കും. അതോടെ നിങ്ങളുടെ കുടുംബവും രാഹുൽ കൈകൊണ്ട് ഒരു ആംഗ്യം കാണിച്ചു. മാസ്റ്ററുടെ നാവ് മരവിച്ചു പോയി. രാഹുൽ എഴുന്നേറ്റു. ഈ തിരുമുഖത്ത് നോക്കി ഇത്രയും പറയാനാ ഞാൻ വന്നത്. വൈകിട്ട് 6:30 എനിക്ക് തീരുമാനം അറിയണം. അല്ലെങ്കിൽ 7 മണിക്കുള്ള ന്യൂസിൽ നിങ്ങൾക്ക് ജാരസന്തതിയെയും ഗുണ്ടാ നേതാവിനെയും TV-യിൽ കാണാം. എൻ്റെ നമ്പർ അറിയാമല്ലോ. നിങ്ങളുടെ കാൾ ഞാൻ പ്രതീക്ഷിക്കും. മറുപടിക്ക് കാക്കാതെ രാഹുൽ എഴുന്നേറ്റു. അവൻ്റെ കാൽക്കീഴിൽ ഗ്രാനൈറ്റ് ഫ്ലോർ ഞെരിഞ്ഞുടയുന്നതുപോലെ തോന്നി മാസ്റ്റർക്ക്. രാഹുൽ പുറത്തെത്തി. ഡോർ ശക്തിയിൽ അടഞ്ഞു. അല്പനേരത്തേക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല മാസ്റ്റർക്ക്. അയാൾ കണക്കുകൾ കൂട്ടുകയും കിഴിക്കുകയും ചെയ്തു നോക്കി. എങ്ങനെയാണെങ്കിലും തനിക്ക് നഷ്ടമേ ഉള്ളൂ എന്ന് ഉറപ്പാക്കി. പൊടുന്നനെ ഇടിമിന്നൽ പോലെ ഒരു ചിന്ത അയാൾക്കുണ്ടായി. അതോടെ നഷ്ടപ്പെട്ട ആത്മവീര്യം കൈവരുന്നത് മാസ്റ്റർ അറിഞ്ഞു. അടുത്ത നിമിഷം അയാൾ ഫോണെടുത്ത് മെഡിക്കൽ കോളേജ് CI ധനപാലിനെ വിളിച്ചു. സാർ. ധനപാലിൻ്റെ ഭവ്യമായ ശബ്ദം. താൻ ഉടനെ എൻ്റെ അരികിലെത്തണം. ഞാൻ ഹോട്ടലിലുണ്ട്. സാർ. കാൾ മുറിഞ്ഞു. അരമണിക്കൂർ. CI ധനപാലൻ CM-ൻ്റെ മുന്നിൽ അറ്റൻഷനായി. മാസ്റ്റർ അയാളെ അടിമുടി നോക്കി. ധനപാല. സാർ. നീ ചോദിക്കുന്നതാണ് പ്രതിഫലം. ഒരിക്കലും ഒരു CM പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ധനപാലൻ ജാഗരൂകനായി കാതുകൾ കൂർപ്പിച്ചു. സാർ പറഞ്ഞാട്ടെ. ഒന്നുകിൽ നീ, അല്ലെങ്കിൽ നീ പറഞ്ഞാൽ അനുസരിക്കുന്ന ആരെങ്കിലും, അത് പോലീസായാലും ഗുണ്ടയായാലും മറ്റാരായാലും, എനിക്ക് വേണ്ടി അത് ചെയ്തിരിക്കണം. മടി കൂടാതെ നിൻ്റെ പ്രതിഫലവും നിനക്ക് ചോദിക്കാം. ഒറ്റ വ്യവസ്ഥ, ഇതിന് പിന്നിൽ ഞാനാണെന്ന് നീയല്ലാതെ മറ്റൊരാൾ അറിയാൻ പാടില്ല. ഇല്ല സാർ. സാറിന് എന്നെ വിശ്വസിക്കാം. 100%. സാർ പറഞ്ഞു. അക്ഷരം പ്രതി ഞാൻ അത് ചെയ്തിരിക്കും. വേലായുധൻ മാസ്റ്റർ പിടഞ്ഞുണർന്നു. അയാളുടെ മുഖത്ത് ആഹ്ലാദം അലതല്ലി. എങ്കിൽ വരുന്ന രാത്രിക്കപ്പുറം മുൻ ആഭ്യന്തരമന്ത്രി രാജസേനൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ധനപാലൻ ഞെട്ടുമെന്നാണ് മാസ്റ്റർ കരുതിയത്. പക്ഷേ അയാൾ ഞെട്ടിയില്ല. ഒന്ന് പുഞ്ചിരിച്ചു. റിസ്ക്കുള്ള പണിയാണ്. എങ്കിലും ഞാൻ ഏറ്റു. മാസ്റ്റർ എഴുന്നേറ്റ് ധനപാലിൻ്റെ തോളിൽ കൈവച്ചു. വെരി ഗുഡ്. പിന്നെ അയാൾ കട്ടിലിനടിയിൽ നിന്ന് ഒരു പെട്ടി വലിച്ചെടുത്ത് ടീപ്പോയിൽ വെച്ച് തുറന്നു. ധനപാലിൻ്റെ കണ്ണുകൾ നക്ഷത്രങ്ങൾ പോലെ മിന്നി. CI ധനപാലൻ കരുതിയത് ആ പെട്ടിയിൽ നോട്ടുകെട്ടുകളായിരിക്കുമെന്നാണ്. പക്ഷേ അതിൽ തങ്കക്കട്ടികളായിരുന്നു. അയാളുടെ കണ്ണുകളിൽ ആർത്തിയുടെ മഹാസമുദ്രം അലയടിച്ചു. മാസ്റ്റർ പെട്ടി ധനപാലിൻ്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. ഇത് എത്ര കിലോ ഉണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. അറിയാവുന്നത് ഒന്ന് മാത്രം. ഇത് മുഴുവൻ നിനക്കുള്ളതാണ്. ഒരു ടോക്കൺ അഡ്വാൻസ്. താങ്ക് യു സാർ. ധനപാലൻ പെട്ടെന്ന് പെട്ടി അടച്ച് കയ്യിലെടുത്തു. ഇനി ആ മരണവാർത്ത ചാനലിൽ തെളിയുന്നത് കാത്തിരുന്നോളൂ. മാസ്റ്റർ തലയാട്ടി. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ശരി. ധനപാലൻ പോയി. വേലായുധൻ മാസ്റ്റർ ഒന്ന് പൊട്ടിച്ചിരിച്ചു. രാഹുൽ പുരമരുന്ന് മണക്കുന്ന പയ്യൻ. അവൻ തന്നെക്കുറിച്ച് എന്താ കരുതിയത്? അവൻ ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയ ഗോതയിൽ ഇറങ്ങിയവനാണ് താൻ. കൊടുത്തും കൊടുപ്പിച്ചും കൊന്നും കൊല്ലിച്ചും തന്നെയാ ഈ നിലയിലെത്തിയതും. ആ തന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നോ? തന്ത ചത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ മുഖ്യമന്ത്രി പദം ചോദിക്കില്ലല്ലോ. പക്ഷേ കരുതലോടെ നീങ്ങണം. രാഹുലിന് യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ. അതിന് എന്തു വേണമെന്ന് തനിക്കറിയാം. സമയം 6:30 ആകുവാൻ മാസ്റ്റർ കാത്തിരുന്നു. 6 മണി മുതൽ മാസ്റ്ററെ കാൾ പ്രതീക്ഷിച്ച് റൂമിൽ ഇരിക്കുകയാണ് രാഹുൽ. ഇടയ്ക്കിടെ അവൻ സെൽഫോണിലേക്ക് നോക്കുന്നുണ്ട്. അവൻ്റെ ഒപ്പം സ്പാനർ മൂസയും ഉണ്ടായിരുന്നു. CM വഴങ്ങുമോ? മൂസയ്ക്ക് സംശയം. വഴങ്ങാതെ എവിടെ പോകാൻ? രാഹുൽ ഉറപ്പിച്ചു പറഞ്ഞു. ഒരുപക്ഷെ അയാൾ സമ്മതിച്ചില്ലെങ്കിൽ? രാഹുലിൻ്റെ കണ്ണുകൾ കുറുകി. സമ്മതിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഒന്നാമത് നോബിൾ തോമസ് നമ്മുടെ പക്കലില്ല. അടിച്ചു ചതച്ചിട്ടിരിക്കുന്ന പഴവങ്ങാടി ചന്ദ്രനെ പുറം ലോകം കാണിക്കാനും പറ്റില്ല. രാഹുൽ ചിന്തയോടെ എഴുന്നേറ്റ് ജനാലയ്ക്ക് പോയി നിന്നു. സമയം 6:30. അടുത്ത നിമിഷം സെൽഫോൺ ഇരപ്പി. ഒരു കുതിപ്പിൽ രാഹുൽ അതെടുത്തു. CM കാളിംഗ്. രാഹുൽ ഇടം കൈയുടെ തള്ളവിരൽ ഉയർത്തി മൂസയ്ക്ക് ഒരാംഗ്യം കട്ടി. പിന്നെ വലം കൈയിൽ ഫോൺ കാതിലമർത്തി. പറഞ്ഞോളൂ സാർ. രാഹുലിൻ്റെ വ്യവസ്ഥകൾ ഞാൻ സമ്മതിക്കുന്നു. ചില ചെറിയ വ്യത്യാസത്തോടെ. അവൻ നെറ്റിച്ചുളിച്ചു. എന്ത് വ്യത്യാസം? എൻ്റെ മകനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എൻ്റെ മുന്നിലെത്തിക്കണം. പിന്നെ രാജസേനൻ മുഖ്യമന്ത്രിയാകുമ്പോൾ എനിക്ക് ആഭ്യന്തരം തരണം. രണ്ടാമത് പറഞ്ഞു നടക്കത്തില്ല. നോബിളിനെ ഞാൻ മടക്കിത്തരാം. അവൻ തീർത്തു പറഞ്ഞു. ഒന്നുകൂടി ചിന്തിക്ക് രാഹുൽ. കേഴ് പോലെ CM-ൻ്റെ ഒച്ച. പറ്റില്ല. അപ്പുറത്ത് ഒരു നിമിഷത്തെ മൗനം. പിന്നെ ദീർഘനിശ്വാസത്തിൻ്റെ ശബ്ദം. ശരി, നാളെ രാവിലെ ഞാൻ സ്ഥാനം ഒഴിഞ്ഞിരിക്കും. ഫോൺ കട്ടായി. നമ്മൾ ജയിച്ചു മൂസേ. ഫോൺ ടീപ്പോയിലേക്ക് ഇട്ടിട്ട് രാഹുൽ തുള്ളിച്ചാടി. പക്ഷേ ഈ വരുന്ന രാത്രിയിൽ തന്നെ നോബിൾ തോമസിനെ കണ്ടെത്തിയേ പറ്റൂ. മൂസ ഇപ്പോൾ തന്നെ പത്തനംതിട്ടയ്ക്ക് വിട്ടോ? മൂസ തിടുക്കത്തിൽ എഴുന്നേറ്റു. സമയം സന്ധ്യ. ICUവിൽ ഡ്യൂട്ടിയിലുള്ള നേഴ്സ് താര ഒരു ചായ കഴിക്കാനായി ക്യാൻറ്റീനിലെത്തി. പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു. എടുത്തു നോക്കിയ അവളുടെ മുഖത്ത് ആശ്ചര്യമുണ്ടായി. എന്താ സാറേ? താര പുറത്തേക്ക് വന്നേ.
അവൾ കെട്ടിടത്തിന് പുറത്തു വന്നു. CI ധനപാലൻ സിവിൽ ഡ്രസ്സിൽ അവിടെ കാത്തു നിന്നിരുന്നു. ഇത് വയ്ക്കേ. അയാൾ ഭാരമുള്ള ഒരു പൊതി അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്താ സാർ ഇത്? നഴ്സ് താര ആ പൊതിയിലേക്കും CI ധനപാലൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. മറ്റാരും കാണാതെ തുറന്നു നോക്കണം. പിന്നെ എന്നെ വിളിക്കേ, ഞാൻ കാര്യം പറയും. CI പെട്ടെന്ന് അവിടെ നിന്ന് പോയി. താര പിന്നെ ചായ കഴിക്കാൻ നിന്നില്ല. പൊതി വെള്ളക്കോട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഡ്യൂട്ടി നഴ്സുമാരുടെ റൂമിലേക്ക് പോയി. ഭാഗ്യത്തിന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എങ്കിലും ബാത്റൂമിൽ കയറിയാണ് പൊതി അഴിച്ചത്. അവളുടെ കണ്ണിൽ മഞ്ഞലോഹത്തിൻ്റെ പളപ്പളപ്പിൽ മഞ്ഞളിച്ചു പോയി. ആർത്തിയോടെ താര അത് എണ്ണി നോക്കി. 4 സ്വർണ്ണ ബിസ്ക്കറ്റുകൾ. കൈവെള്ളയിൽ വെച്ച് അവൾ അതിൻ്റെ ഭാരം പരിശോധിച്ച് നോക്കി. പക്ഷേ ഊഹം കിട്ടിയില്ല. ആരും ബാത്റൂമിൽ ഇല്ലെന്ന് ഉറപ്പായിട്ടും അവൾ ചുറ്റും ശ്രദ്ധിച്ചു. പിന്നെ വേഗം ഫോണെടുത്ത് CI ധനപാലനെ വിളിച്ചു. എന്തിനാ സാറേ ഈ സ്വർണ്ണക്കട്ടികൾ? അത് താരയ്ക്കുള്ള ഒരു പ്രതിഫലമാണ്. ഇനി ചെയ്യാൻ പോകുന്ന ഒരു ജോലിക്ക്. ജോലി കഴിയുമ്പോൾ ഇത്രയും കൂടി തന്നിരിക്കും. അത് കേട്ടതോടെ താരയുടെ ആർത്തി ഇരട്ടിച്ചു. സാർ ജോലി പറയൂ. എന്നാൽ അപ്പുറത്ത് നിന്ന് ധനപാലൻ പറഞ്ഞ ജോലി കേട്ടപ്പോൾ നടുങ്ങിപ്പോയി താര. സാറേ, ഇത് തീക്കളിയാ. ആരെങ്കിലും അറിഞ്ഞാൽ എനിക്ക് തൂക്കുകയർ ഉറപ്പാ. നിലവിളി പോലെയായിരുന്നു അവളുടെ ശബ്ദം. പതുക്കെ പറ താരേ. പിന്നെ നിനക്ക് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. കൃത്യം നടന്നു കഴിഞ്ഞ് ആദ്യം അവിടെ എത്തുന്നത് ഞാനായിരിക്കും. അയാൾക്ക് പെട്ടെന്ന് രക്തസമ്മർദ്ദം കൂടുവാൻ ഒരു ഇഞ്ചക്ഷൻ നൽകിയാൽ മതി നീ. ധനപാലൻ ആശയം വ്യക്തമാക്കി. സാറ് എനിക്കൊപ്പം നിൽക്കുമല്ലോ അല്ലേ? താര വീണ്ടും തിരക്കി. ഷുവർ. നിനക്ക് പൂർണ്ണമായും എന്നെ വിശ്വസിക്കാം. നീ കുരുങ്ങിയാൽ ഞാനും കുരുങ്ങില്ലേ? ആ വാചകം താരയ്ക്ക് ആശ്വാസമായി. എങ്കിലും അവളുടെ നെഞ്ചിടിപ്പ് കുറഞ്ഞില്ല. സമയം രാത്രി. സ്പെഷ്യൽ പെർമിഷൻ ഉള്ളതിനാൽ രാഹുലും സാവിത്രിയും ICUവിൽ കയറി രാജസാനെ കണ്ടു. കണ്ണുകൾ തുറന്നു കിടക്കുകയായിരുന്നു അയാൾ. അവരെ മനസ്സിലാക്കിയെന്ന് ആ കണ്ണുകളുടെ ചലനത്തിൽ നിന്ന് വ്യക്തമായി. അയാൾക്ക് എന്തോ പറയണമെന്നുണ്ടെന്നും അവർക്ക് തോന്നി. പക്ഷേ ഓക്സിജൻ മാസ്ക് മുഖത്ത് അമർന്നിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ താര അവർക്ക് അരികിലെത്തി. ക്ഷമിക്കണം, അധികം നേരം ഇദ്ദേഹത്തിൻ്റെ അരികിൽ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇൻഫെക്ഷൻ ഉണ്ടാകും. ഓക്കെ, ഞങ്ങൾ മാറിയേക്കാം, രാഹുൽ പറഞ്ഞു. താര പിന്തിരിഞ്ഞു. അപ്പോൾ രാഹുൽ അച്ഛൻ്റെ കാതിനരികിലേക്ക് ചുണ്ടു ചേർത്തു. അച്ഛൻ മുഖ്യമന്ത്രിയാകുവാൻ പോവുകയാണ്. ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ. പിന്നെ ഭരിക്കുന്നത് ഞാനായിരിക്കും കേട്ടോ. അച്ഛന് ഭേദമാകുന്നതുവരെ. രാജസാൻ്റെ വിരലുകൾ പെട്ടെന്ന് ചലിച്ചു. കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം വീണു. താര അപ്പുറത്തുനിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയും മകനും ICU വിട്ടു. ആ സമയം അടൂരിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുകയായിരുന്നു സ്പാനർ മൂസ. രാഹുലിൻ്റെ റേഞ്ച് റോവറിൽ. കാർ തട്ട പിന്നിട്ടു. റോഡിൽ തിരക്ക് തീരെ കുറവായിരുന്നു. കടകൾ അടഞ്ഞു തുടങ്ങിയിരുന്നു. കാർ കൈപ്പട്ടൂരെത്തി. വലത്തേക്ക് തിരിഞ്ഞു. പെട്ടെന്ന് പന്തളം ഭാഗത്തുനിന്ന് ഒരു സ്കോർപിയോ ഹമ്പ് ചാടിക്കടന്ന് മുന്നിലെത്തി. എന്താണിത്? ഗ്ലാസുകൾ ഉയർത്തിയിരിക്കുകയാണെങ്കിലും മൂസ ഒരു പച്ചത്തെറി വിളിച്ചു. സ്കോർപിയോ മുന്നോട്ട് കുതിച്ചു. പിന്നാലെ റേഞ്ച് റോവറും. തൊട്ടു മുന്നിൽ നദിക്ക് കുറുകെയുള്ള പാലം. 2 വാഹനങ്ങളും പാലത്തിൽ കയറി. അടുത്ത നിമിഷം സ്കോർപിയോ വട്ടം തിരിഞ്ഞു. പാലത്തിന് കുറുകെ റേഞ്ച് റോവറിന് മുന്നിൽ ബ്രേക്കിട്ടു. അത് അപ്രതീക്ഷിതമായിരുന്നു. എന്നാലും സ്പാനർ മൂസ ബ്രേക്ക് പെഡലിൽ കാൽ ആഞ്ഞമർത്തി. ഒപ്പം ഹാൻഡ് ബ്രേക്കും വലിച്ചുയർത്തി. റേഞ്ച് റോവറിൻ്റെ പിൻചക്രങ്ങൾ റോഡിൽ വട്ടം തിരിഞ്ഞു നിരങ്ങി. ടയറുകൾ തറയിൽ ഉരഞ്ഞു കത്തുന്നതിൻ്റെ ഒച്ച രാത്രിയുടെ നിശബ്ദതയിൽ ഭീതിതമായി ഉയർന്നു. നിരങ്ങിച്ചെന്ന റേഞ്ച് റോവർ സ്കോർപിയോയെ മുട്ടി ഇല്ല എന്ന ഭാവത്തിൽ നിന്നു. മൂസ അരയിൽ തപ്പി നോക്കി. സ്പാനർ ഭദ്രമായുണ്ട്. പാതിരാത്രിക്ക് വണ്ടിക്ക് മുന്നിൽ അടവയ്ക്കുന്നോടാ. അലറിക്കൊണ്ട് മൂസ റേഞ്ച് റോവറിൻ്റെ ഡോർ വലിച്ചു തുറന്ന് റോഡിലേക്ക് ചാടി. കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ അയാൾ അണച്ചിരുന്നില്ല. ആ വെളിച്ചത്തിൽ കണ്ടു. മിന്നൽ വേഗത്തിൽ സ്കോർപിയോയുടെ 4 ഡോറുകളും ഒരേ സമയം തുറക്കപ്പെട്ടു. അതുവഴി 6 പേർ പുറത്തു ചാടി. ഒരു യുവതി ഉൾപ്പെടെ എല്ലാവരുടെയും കയ്യിൽ പിസ്റ്റൾ. മൂസയ്ക്ക് അപകടം ബോധ്യമായി. പിന്തിരിയാനുള്ള നേരം പോലും കിട്ടിയില്ല. സ്കോർപിയോയുടെ മറുഭാഗത്തെ ഡോർ തുറന്നിറങ്ങിയവരും മുന്നിലൂടെയും പിന്നിലൂടെയും ഇപ്പുറത്തെത്തി. റെഡ് ഗ്രൂപ്പിൽപ്പെട്ട SIമാരായിരുന്നു അത്. പിങ്ക് പോലീസ് SI വിജയ് അടക്കം. മൂസ, ആർജവ് ഗർജിച്ചു. നീ തലസ്ഥാനത്ത് നിന്ന് കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് പോകുന്ന സെക്കൻഡ് മുതൽ നിന്റെ ഓരോ ചലനവും അറിയുന്നുണ്ടായിരുന്നു ഞങ്ങൾ. മൂസ ഞെട്ടി. അയാളുടെ കൈ അരയിലേക്ക് നീണ്ടു. നോ, ബെഞ്ചമിൻ ഒച്ച വെച്ചു. നിന്റെ ആ സ്പാനർ അവിടെ തന്നെ ഇരിക്കട്ടെ. ഏതെങ്കിലും പഴയ നെട്ടുകൾ അഴിച്ച് കളിക്കാം നമ്മൾക്ക്. മൂസ കൈ പിൻവലിച്ചു. അയാളുടെ കൺപോളകൾ പോലും അനങ്ങിയില്ല. പൊടുന്നനെ 6 SIമാരും അയാൾക്ക് ചുറ്റും വലയം തീർത്തു. 6 പിസ്റ്റളുകൾ അയാളുടെ ശരീരത്തിൽ അമർന്നു. അയാളുടെ നെറ്റിയിൽ, ശിരസിന് പിന്നിൽ, നെഞ്ചിലും പുറത്തും, പിന്നെ കഴുത്തിൻ്റെ ഇരുവശത്തും. ഞങ്ങൾ ഓരോ തവണ ട്രിഗർ അമർത്തിയാൽ, നിനക്ക് അറിയാമല്ലോ മൂസേ, നിന്റെ ശരീരത്തിൽ എവിടെയൊക്കെ ദ്വാരം വീഴുമെന്ന്. വിഷ്ണുദാസ് കടപ്പല്ല അമർത്തി. ഈ നടുറോഡിൽ നാടകം കളിക്കാനുള്ള നേരം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് പോകാം. SI ബിന്ദുലാൽ അയാളുടെ കൈകൾ പിടിച്ച് പിന്നിലേക്ക് തിരിച്ചു. വിജയ അതേ രൂപത്തിൽ വിലങ്ങിട്ട് മുറുക്കി. പെട്ടെന്ന് ഉമേഷ് കുമാർ സ്പാനർ മൂസയുടെ ശിരസ്സു പിടിച്ച് റേഞ്ച് റോവറിൻ്റെ ബോണറ്റിൽ ചേർത്ത് ഒറ്റയിടി. വണ്ടി ഒന്ന് കുലുങ്ങി. മൂസയുടെ തലച്ചോറിൽ നക്ഷത്രങ്ങൾ മിന്നി. സ്ഥലകാലബോധം നഷ്ടപ്പെട്ടതുപോലെ അയാൾ ചുറ്റും പകച്ചു നോക്കി. പക്ഷേ ഒരു നിലവിളി പോലും അയാളിൽ നിന്ന് ഉണ്ടായില്ല. ഇവനെ നമ്മുടെ വണ്ടിയിൽ കയറ്റ്, ബെഞ്ചമിൻ നിർദ്ദേശിച്ചു. മറ്റുള്ളവർ മൂസയെ സ്കോർപിയോയിൽ കയറ്റി. ബെഞ്ചമിനും വിഷ്ണുദാസും വിജയും റേഞ്ച് റോവറിലും മറ്റു 3 പേർ സ്കോർപിയോയിലും കയറി.
ബെഞ്ചമിനായിരുന്നു റേഞ്ച് റോവറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ. 2 വാഹനങ്ങളും പത്തനംതിട്ടയ്ക്ക് പാഞ്ഞു. സീറ്റുകൾക്കിടയിൽ പ്ലാറ്റ്ഫോമിലായിരുന്നു മൂസ. ആർജവ് ഒരു കാൽ കൊണ്ട് അയാളുടെ ചവിട്ടിപ്പിടിച്ചിട്ട് ഷർട്ട് ഉയർത്തി അരയിൽ നിന്ന് സ്പാനർ വലിച്ചെടുത്തു. നീ എത്ര പേരെ ഇതുകൊണ്ട് ആക്രമിച്ചിട്ടുണ്ടെന്ന് കണക്കുവല്ലതുണ്ടോടാ? ചോദിച്ചതും അടിയും ഒന്നിച്ച്. തൻ്റെ തോൾപ്പലക പൊട്ടിയാകുന്ന വേദനയിൽ ഇത്തവണ നിലവിളിച്ചു പോയി സ്പാനർ മൂസ. അപ്പോൾ നിനക്കും വേദനിക്കും അല്ലേടാ? ബിന്ദുലാൽ പിന്നോട്ട് തിരിഞ്ഞ് അയാളെ പരിഹസിച്ചു. മൂസ കടപ്പല്ലുകൾ കടിച്ചമർത്തി. പത്തനംതിട്ട പോലീസിൻ്റെ അതിരഹസ്യമായ ടോർച്ചർ റൂമിൽ ഒരു ചാക്കുകെട്ട് കണക്കെ സ്പാനർ മൂസ ചെന്നു വീണു. കൈകൾ പിന്നിൽ കെട്ടിയിരിക്കുകയാണെങ്കിലും അവിടെ കിടന്നുകൊണ്ട് മൂസ തിരിഞ്ഞു. മച്ചിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ലൈറ്റിൻ്റെ ശക്തമായ വെളിച്ചം കണ്ണുകളിലേക്ക് പുളഞ്ഞിറങ്ങി. തന്നെ അകത്തേക്ക് വലിച്ചെറിഞ്ഞവർ വാതിൽ പൂട്ടി മടങ്ങിയെന്ന് അയാൾക്ക് ഉറപ്പായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ICUവിൽ 7 പേഷ്യൻസ് ഉണ്ടായിരുന്നു. താരയ്ക്കും മറ്റൊരു നഴ്സിനുമാണ് ഡ്യൂട്ടി. ഒപ്പമുള്ളവൾ താരയുടെ അടുത്തേക്ക് വന്നു. ഞാൻ ഡ്യൂട്ടി റൂമിലൊന്ന് പോയിട്ട് വരട്ടെ? സന്തോഷം ഉള്ളിലൊതുക്കി താര സമ്മതിച്ചു. നഴ്സ് പോയി. താര റൂമിൻ്റെ വാതിൽ പെട്ടെന്ന് അകത്തുനിന്ന് ലോക്ക് ചെയ്തു. ശേഷം തിടുക്കത്തിൽ ഒരു ടേബിളിനടുത്തെത്തി. അവിടെ മറച്ചു വെച്ചിരുന്ന ചെറിയ ബോട്ടിൽ മരുന്നെടുത്ത് സിറിഞ്ചിലാക്കി. തുടർന്ന് മുൻ ആഭ്യന്തരമന്ത്രി രാജസാൻ്റെ കിടക്കയ്ക്ക് അരികിലെത്തി. ഉറക്കത്തിലായിരുന്നു രാജസാനൻ. താര ഒരിക്കൽ കൂടി ചുറ്റും നോക്കി. മറ്റുള്ള പേഷ്യൻസ് ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കി. പിന്നെ രാജസാൻ്റെ ഞരമ്പുകളിലേക്ക് ഒഴുകുന്ന ഗ്ലൂക്കോസിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് സിറിഞ്ച് കുത്തിയിറക്കി. അതിലുണ്ടായിരുന്ന മരുന്ന് ഗ്ലൂക്കോസിൽ കലർത്തി. തിടുക്കത്തിൽ സിറിഞ്ച് വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിച്ചു. ICUവിൻ്റെ വാതിലിൻ്റെ ലോക്ക് നീക്കി. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ തൻ്റെ സീറ്റിൽ വന്നിരുന്നു. നിമിഷങ്ങൾ സൂത്രത്തിൽ താര രാജസാനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താൻ എത്ര സമയം അങ്ങനെ കിടന്നെന്ന് അറിയില്ല സ്പാനർ മൂസയ്ക്ക്. ഇരുമ്പ് വാതിൽ തുറക്കപ്പെടുന്ന ശബ്ദം, ഒപ്പം അകത്തേക്ക് വരുന്ന കാലോടി ഒച്ചകൾ. മൂസ പണിപ്പെട്ട് തിരിഞ്ഞു നോക്കി. ഏറ്റവും മുന്നിൽ SP അരുണാചലം. അതിന് പിന്നിൽ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന പോലീസ് ഉദ്യോഗസ്ഥർ. തൊട്ടരികിൽ വന്നുനിന്ന് അരുണാചലം മൂസയെ ആകമാനം നോക്കി. ചുട്ടിപ്പാറയ്ക്ക് മുകളിൽ വെച്ച് നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഓർക്കുന്നുണ്ടോടാ? അരുണാചലം തിരക്കി. മൂസ മിണ്ടിയില്ല. പഴയ ഒരു ആഭ്യന്തരമന്ത്രിയും അയാളുടെ തലതിരിഞ്ഞ മകനും നിന്റെ നിക്കറിൻ്റെ പോക്കറ്റിലുണ്ടെന്ന് കരുതി എന്തോ ആകാമെന്ന് കരുതി അല്ലേ? അരുണാചലം ഷൂസ് അണിഞ്ഞ കാൽ വീശി ഒറ്റത്തൊഴി മൂസയുടെ വാരിയലുകൾക്കിടയിൽ. മൂസ വളഞ്ഞ് 2 അടി ഞരങ്ങിപ്പോയി. ഈ രാത്രി കൊണ്ട് കളി മുഴുവൻ മാറാൻ പോവുകയാണടാ. ഇനി നീയില്ല, നിന്റെ യജമാനന്മാരുമില്ല. നിന്റെ നാവിൻ തുമ്പിൽ കുരുങ്ങിക്കിടക്കുന്ന നടക്കുന്ന സത്യങ്ങൾ മുഴുവൻ നിന്നെ ചതച്ചു പിഴിഞ്ഞ് ഇവർ പുറത്തു കൊണ്ടുവരും. അതോടെ കേരളം നടുങ്ങും. നിന്റെ രാജസാനും രാഹുലും വെറും 0 ആയി മാറും. സ്പാനർ മൂസ ശ്വാസം അടക്കി പിടിച്ചു കിടന്നു. അരുണാചലം തിരിഞ്ഞ് SIമാരെ നോക്കി. നമുക്ക് വേണ്ടത് സത്യങ്ങളാണ്. അതിനുവേണ്ടി ഇവനെ മനുഷ്യൻ എന്ന പരിഗണന പോലും കൊടുക്കണ്ട. ഒരു ജയിലിലും ഉണ്ടും ഉറങ്ങിയും ഇവ സുഖവാസം നടത്താനും പാടില്ല. അണ്ടർസ്റ്റാൻഡ്? സാർ. 6 പേരും മുന്നോട്ട് ആഞ്ഞു നിന്നു. ഞാൻ രാവിലെ വരും. അപ്പോൾ അറിയാവുന്നത് മുഴുവൻ ഇവൻ ഛർദ്ദിച്ചിരിക്കണം. സാർ. അമർത്തിയൊന്ന് മൂളിയിട്ട് അരുണാചലം മടങ്ങി. ബിന്ദുലാൽ ചെന്ന് വാതിൽ അടച്ച് ലോക്ക് ചെയ്തു. അപ്പോൾ എങ്ങനെയാ മൂസേ? നമ്മൾ തുടങ്ങുകയല്ലേ? SI ബെഞ്ചമിൻ മൂസയ്ക്കരികിലേക്ക് ഒരു കസേര നീക്കിയിട്ട് ഇരുന്നു. മൂസ ഒന്ന് ചുമച്ചു. ഒരുപാട് സാറന്മാരും നോക്കിയിട്ടുള്ളതാ മൂസയുടെ നാവിൻ്റെ കെട്ടഴിക്കാൻ. പക്ഷേ അവരൊക്കെ തോറ്റു മടങ്ങിയിട്ടേ ഉള്ളൂ. വാരിയല് പൊട്ടിയതുപോലെയുള്ള വേദനയ്ക്കിടയിലും മൂസ ചിരിച്ചു. പക്ഷേ അവരൊക്കെ നോക്കിയതുപോലെയല്ല മൂസേ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. പറഞ്ഞിട്ട് ബെഞ്ചമിൻ തൻ്റെ കാൽ കൊണ്ട് മൂസയുടെ ഇടതുകാല് തോണ്ടി ഉയർത്തി. ഇടം കൈകൊണ്ട് ആ കാൽ പിടിച്ച് തൻ്റെ കാൽമുട്ടിന് മീതെ വച്ചു. തുടർന്ന് പിന്നിലേക്ക് കൈനീട്ടി. വിജയ ഒരു പ്ലയർ ആ കൈയിലേക്ക് വെച്ചു കൊടുത്തു. മൂസയുടെ മുഖത്തേക്ക് ഭീതി ഇരച്ചു കയറി. എങ്കിലും പറഞ്ഞു, വേണ്ട സാറേ, നിങ്ങളെന്നെ കൊന്നില്ലെങ്കിൽ പാമ്പിനെ പോലെ എഴുന്നിട്ടായാലും ഞാൻ വരും. നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലും ബാക്കി വയ്ക്കില്ല ഞാൻ. ബെഞ്ചമിൻ തല കുടഞ്ഞു. അപ്പോൾ നീ ഇഴയാതെ പോലും ഇരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. ബെഞ്ചമിൻ പ്ലയർ കൊണ്ട് അയാളുടെ കാൽവിരലുകളിൽ മെല്ലെ തടവി. പിന്നെ അണിവിരൽ പിടുത്തമിട്ടു. ഒറ്റഞ്ഞെക്ക്. അലറിപ്പോയി മൂസ. ആ ശബ്ദം ടോർച്ചർ റൂമിൻ്റെ ഭിത്തികളിൽ പ്രകമ്പനം കൊണ്ടു. ബെഞ്ചമിൻ പ്ലയർ പുറത്തേക്ക് മടക്കി. അയ്യോ! മൂസയുടെ അണിവിരൽ ഓമത്തണ്ട് കണക്കെ ഒടിഞ്ഞ് പുറത്തേക്ക് മടങ്ങി. ആ ക്ഷണം സകല ശക്തിയും സമാഹരിച്ച് മൂസ അടുത്ത കാലുയർത്തി ഒറ്റ ചവിട്ട്. ബെഞ്ചമിൻ കസാരയോടൊപ്പം ഒരു വശത്തേക്ക് മറിഞ്ഞു. മറ്റുള്ളവർ മൂസയ്ക്ക് നേരെ കുതിച്ചു. വേണ്ട! ബെഞ്ചമിൻ ചാടി എഴുന്നേറ്റു. പിന്നിൽ നിന്നും പിടിച്ചതുപോലെ മറ്റുള്ളവർ നിന്നു. ഇവനെ എനിക്ക് വേണം. ഞാൻ പറയിച്ചോളാം സത്യങ്ങൾ. പുലിയെ പോലെ അയാൾ മുരണ്ടു. പെട്ടെന്ന് കറണ്ട് പോയി. ടോർച്ചർ റൂമിൽ കണ്ണിൽ കുത്തിയാൽ അറിയാത്ത അന്ധകാരം. അകത്തെ ശബ്ദങ്ങൾ അകത്തേക്കോ കേൾക്കാത്ത രൂപത്തിലായിരുന്നു ആ മുറിയുടെ നിർമ്മാണം. അല്പനേരം അവർ കാത്തു. കറണ്ട് വന്നില്ല. ആർജവ് ഫോണെടുത്ത് പുറത്തുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ വിളിച്ചു, ജനറേറ്റർ ഓൺ ചെയ്യുവാൻ. എന്നാൽ അപ്പുറത്ത് ഫോൺ ബെല്ലടിച്ചു നിന്നതേയുള്ളൂ. ആ ക്ഷണം വാതിലിൽ തട്ടുന്ന ഒച്ച. സെക്യൂരിറ്റി ഫോൺ പുറത്തു വെച്ചിട്ട് അകത്തേക്ക് വന്നായിരിക്കും എന്ന് അവൻ കരുതി. ബിന്ദുലാൽ മൊബൈലിൻ്റെ വെളിച്ചത്തിൽ ചെന്ന് വാതിൽ തുറന്നു. അടുത്ത നിമിഷം അയാളുടെ മുഖമടച്ച് ഒരടിയേറ്റു.
അർദ്ധവിലാപത്തോടെ ബിന്ദുലാൽ ഒരു വശത്തേക്ക് വേച്ചു. ആ ക്ഷണം ഒരു ടോർച്ചിൻ്റെ വെളിച്ചം സ്പാനർ മൂസയിൽ പതിഞ്ഞു. ഒപ്പം തുരുത്തിലെ വെടിപൊട്ടി മൂസയുടെ ശരീരത്തിൽ നിന്ന് ചോരയും മാംസകഷ്ണവും ചിതറുന്നത് മറ്റുള്ളവർ കണ്ടു. ആക്രമണം അപ്രതീക്ഷിതമായിരുന്നതിനാൽ അവർക്ക് പ്രതികരിക്കാൻ കഴിയും മുമ്പ് വാതിൽ അടയ്ക്കപ്പെട്ടു. പുറത്തുനിന്ന് ലോക്കും വീണു. ഇരുട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർ പകച്ചു നിന്നു. SP-യുടെ കീഴിലുള്ള ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിയാവുന്ന ഈ സ്ഥലത്ത് ആക്രമണം നടക്കുക. അതിൻ്റെ മരവിപ്പിലായിരുന്നു വിജയ ഉൾപ്പെടെ 6 പേരും. എന്തു ചെയ്യും ബെഞ്ചമിൻ? ആർച്ചവ് വാതിൽ തള്ളി നോക്കി. അനങ്ങുന്നില്ല. ബെഞ്ചമിൻ മറുപടി പറയും മുമ്പ് കറണ്ട് വന്നു. അവർക്ക് മുന്നിൽ കണ്ണുകൾ തുറച്ച് ചോരക്കളത്തിൽ സ്പാനർ മൂസയുടെ മൃതദേഹം. കയ്യിൽ വന്നു കയറിയ ഇരയാണ് തങ്ങളുടെ മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടത്. 6 പേർ ഉണ്ടായിട്ടും അത് സംഭവിച്ചത് തങ്ങളുടെ തോൽവിയായി തന്നെ അവർ കണ്ടു. എന്നാലും ഉമേഷ് കുമാറിൻ്റെ മുഷ്ടികൾ മുറുകി. SP സാറിനോട് ഇനി എന്തു പറയും? ബെഞ്ചമിനിൽ പക്ഷേ യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. അയാൾ വീണ്ടും കസേരയിലിരുന്നു. ഇത് നമ്മുടെ മാത്രം പരാജയമല്ല ഉമേഷേ, SP സാർ അടക്കമുള്ള മുഴുവൻ പോലീസിൻ്റെയും പരാജയമാണ്. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള ആരെങ്കിലും ഒറ്റിക്കൊടുക്കാതെ ശത്രുക്കൾക്ക് ഈ രഹസ്യ കേന്ദ്രത്തെക്കുറിച്ചുള്ള വിവരം കിട്ടില്ലല്ലോ. അത് ശരിയാണെന്ന് മറ്റുള്ളവർക്കും തോന്നി. വിജയ്ക്ക് സ്പാനർ മൂസയുടെ ബോർഡിലേക്ക് നോക്കുവാൻ പോലും ഭീതി തോന്നി. ആ കണ്ണുകൾ തന്നെ തുറച്ചു നോക്കുന്നത് പോലെ. ആർജവ് സെൽഫോൺ എടുത്ത് SP അരുണാചലത്തിന് മെസ്സേജ് നൽകി. 15 മിനിറ്റിനുള്ളിൽ SP എത്തി. അയാൾ പുറത്തുനിന്ന് അടച്ചിരുന്ന വാതിൽ തുറന്നു. സാർ. അവർ അറ്റൻഷനായി. SP തങ്ങളെ കുറ്റപ്പെടുത്തുമെന്ന് അവർക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. മൂസയുടെ ശവശരീരത്തിൽ ആകമാനം ഒന്ന് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു. ആദ്യം ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. പുറത്ത് പാറാവ് നിന്നിരുന്ന കോൺസ്റ്റബിൾ മരിച്ചു കിടപ്പുണ്ട്. ഇനി ആകെയുള്ള പ്രതീക്ഷ CCTV ദൃശ്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഈ ബോഡി? ബിന്ദുലാൽ സന്ദേഹത്തോടെ SP-യെ നോക്കി. ഒരു ബോൺ ക്രിമിനൽ കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ ഒരു നാറിയ രാഷ്ട്രീയക്കാരനും കൊടിയും പൊക്കിപ്പിടിച്ച് എൻ്റെ ഓഫീസിന് മുന്നിലേക്ക് വന്നുകൂടാ. ഒരുത്തനും കാണരുത് ഇവനെ. മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ് സാർ, 6 പേരും ഒന്നിച്ചു പറഞ്ഞു. പക്ഷേ മരണപ്പെട്ട നമ്മുടെ സബോർഡിനേറ്റ്? വിജയ സംശയം പ്രകടിപ്പിച്ചു. അരുണാചലം അമർത്തിമൂളി. ശത്രുക്കൾ ആരെന്ന് കണ്ടിട്ട് നമ്മൾ അവരെ പൊക്കും. അതിനുശേഷം തീരുമാനിക്കും അത്. SP തിരിഞ്ഞു. കമീൻ. സമയം പാഴാക്കാനില്ല. CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ തന്നെ പരിശോധിക്കണം. അവർ മറ്റൊരു മുറിയിലേക്ക് പോയി. അവിടെയുണ്ടായിരുന്ന റെക്കോർഡിംഗ് സെൻറ്റർ. ആ കെട്ടിടവും പരിസരവും മാത്രം അടങ്ങുന്ന CCTV ക്യാമറകൾ കണക്ട് ചെയ്തിരുന്ന ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ അവിടെയാണുള്ളത്. അരുണാചലം അതിൽ നിന്ന് ഹാർഡ് ഡിസ്ക് എടുത്ത് മുന്നിലെ മേശപ്പുറത്തുനിന്ന് കമ്പ്യൂട്ടറിലിട്ടു. ഇൻഫ്രാറെഡ് ക്യാമറകൾ ആയിരുന്നതിനാൽ രാത്രി ദൃശ്യങ്ങളും കാണാനാവൂ എന്ന് അരുണാചലത്തിനറിയാം. മോണിറ്ററിൽ ചിത്രങ്ങൾ തെളിഞ്ഞു തുടങ്ങി. എല്ലാവരും SP-ക്ക് പിന്നിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് സൂക്ഷിച്ചു നോക്കി. 1.5 മണിക്കൂർ മുൻപ് വരെയുള്ള ദൃശ്യങ്ങൾ അരുണാചലം ഓടിച്ചു കളഞ്ഞു. രാത്രി ദൃശ്യങ്ങൾ പകൽ പോലെ നിറങ്ങൾ വ്യക്തമല്ലെന്ന് മാത്രം. പെട്ടെന്ന് കണ്ടു. പാറാവ് നിന്നിരുന്ന കോൺസ്റ്റബിൾ പ്രഭാകരൻ ചുറ്റും നോക്കിക്കൊണ്ട് ആർക്കോ ഫോൺ ചെയ്യുന്നു. ശേഷം ഒരു കസേരയിലിരിക്കുന്നു. ആ രംഗവും കുറച്ചുകൂടി ഓടിച്ചു വിട്ടു. അരുണാചലം പിന്നീട് ഗേറ്റിലൂടെ അകത്തേക്ക് പാഞ്ഞു വരുന്ന 2 തീക്കണ്ണുകൾ. ആ വാഹനം മുറ്റത്തേക്ക് കയറി ബ്രേക്കിട്ടു. ഒരു വെളുത്ത സുമോ വാൻ. അതിന് നമ്പർ പ്ലേറ്റ് ഇല്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടു. പ്രഭാകരൻ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു. ചുറ്റുപാട് നോക്കിക്കൊണ്ട് സുമയ്ക്ക് അടുത്തേക്ക് ചെല്ലുന്നു. അയാൾക്ക് ഒരു കള്ളക്കളിയുണ്ടല്ലോ. വിഷ്ണുദാസ് പിറുപിറുത്തു. സുമയുടെ ഡ്രൈവർ ഭാഗത്തെ ഗ്ലാസ് പതുക്കെ താഴ്ന്നു. നോക്കി നിന്നവർക്ക് നെഞ്ചിരിപ്പ് വർദ്ധിച്ചു. പ്രഭാകരൻ അകത്തേക്ക് ശിരസ് കടത്തി ആരോട് സംസാരിക്കുന്നു. പിന്നെ കെട്ടിടത്തിൻ്റെ വാതിലിന് നേർക്ക് കൈ ചൂണ്ടുന്നു. തുടർന്ന് അയാൾ പിന്നിലേക്ക് ഇറങ്ങുന്നു. അവർ കണ്ണു മാത്രം കാണത്തക്ക വിധത്തിലുള്ള മുഖംമൂടി ശിരസിലൂടെ വലിച്ചു താഴ്ത്തിയിരുന്നു. പ്രഭാകരൻ്റെ പിന്നാലെ അവർ വാതിൽക്കിലേക്ക് നടക്കുന്നു. പ്രഭാകരൻ വാതിൽ തുറന്നു കൊടുക്കുന്നു. അടുത്ത നിമിഷം പ്രഭാകരൻ്റെ പിന്നിൽ നിന്ന് ഒരാൾ ഒരു കനത്ത പ്ലാസ്റ്റിക് ചരട് എടുക്കുന്നു. അത് വീശി അയാളുടെ കഴുത്തിലൂടെ ഇട്ട് വലിച്ചു മുറുക്കുന്നു. ഹോ! SI വിജയിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു. മറ്റാരും അനങ്ങുന്നില്ല. എല്ലാ കണ്ണുകളും മോണിറ്ററിൽ തറഞ്ഞു നിൽക്കുകയാണ്. പ്രഭാകരൻ പിന്നോട്ട് കൈനീട്ടി തൻ്റെ കഴുത്തിൽ കുരുക്കിട്ടവൻ്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കഴിയുന്നില്ല. അയാൾക്ക് ശ്വാസം മുട്ടിത്തുടങ്ങുന്നു. കൈക്കാലുകൾ അടിച്ചു പിടയുന്നു. പിന്നിൽ നിൽക്കുന്നവർ കയർ മുറുക്കിക്കൊണ്ടിരിക്കുന്നു. അവസാനം പ്രഭാകരൻ കാലുകൾ കൊണ്ട് മണ്ണിൽ ചുരമാന്തുന്നു. ഒരു താറാവിനെ കൊല്ലുന്നത് പോലെ പിന്നിൽ നിന്നയാൾ കയറിൻ്റെ ഒരഗ്രത്തിലെ പിടിവിടുന്നു. പ്രഭാകരൻ്റെ നിശ്ചല ശരീരം തറയിൽ വീഴുന്നു. ഒരാൾ മെയിൻ സ്വിച്ചിന് അരികിലേക്ക് നീങ്ങുന്നതുവരെയേ ഉള്ളൂ ദൃശ്യങ്ങൾ. പിന്നെ ഇരുട്ട്. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതാവണം. അരുണാചലം ഇരുട്ട് ഓടിച്ചു കളഞ്ഞു. കമ്പ്യൂട്ടറിൽ വീണ്ടും വെളിച്ചം വന്നതിന് ശേഷമുള്ള ദൃശ്യം. കൊലയാളികൾ സുമോയിൽ കയറി മടങ്ങുന്നു. സാർ, ഒന്ന് സ്റ്റില്ലാക്കിക്കേ, പെട്ടെന്ന് വിജയ പറഞ്ഞു. SP അപ്രകാരം ചെയ്തു. വിജയ കമ്പ്യൂട്ടർ മോണിറ്ററിലേക്ക് വിരൽ ചൂണ്ടി. വണ്ടി നമ്പർ ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ അടയാളം പോലെ ഒന്നുണ്ട് സാർ. ഇത് കണ്ടോ? മറ്റുള്ളവരും കണ്ടു. സുമയുടെ പിൻഗ്ലാസിൽ ഒരു ചിത്രം. ഡ്രാഗണിൻ്റെ. മതി, ഇത് മതി. ഈ സുമ കണ്ടെത്തുവാൻ. അരുണാചലം ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പിന്നെ തൻ്റെ സെൽഫോൺ എടുത്ത് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് എത്രയും വേഗം
വാൻ കണ്ടെത്താൻ നിർദ്ദേശിച്ചു. ജില്ല വിട്ട് വാൻ പുറത്ത് കടക്കും മുമ്പ് കണ്ടെത്താൻ കഴിയുമെന്ന ഉറപ്പ് ഉണ്ടായിരുന്നു അരുണാചലത്തിന്. എന്നാൽ എല്ലാ പഴുതുകളും അടച്ച് റോഡുകൾ ബ്ലോക്ക് ചെയ്ത് രാത്രി മുഴുവൻ തിരഞ്ഞെങ്കിലും ആ വാൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല പോലീസിന്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രാവിലെ നഴ്സുമാർ ഡ്യൂട്ടി മാറാനുള്ള സമയമായി. സാവിത്രി ഐസിയുവിന് അടുത്തേക്ക് ചെല്ലുമ്പോൾ ചില ഡോക്ടർമാർ തിടുക്കത്തിൽ അകത്തേക്ക് പോകുന്നത് കണ്ടു. സാവിത്രിയെ അവരാരും ശ്രദ്ധിച്ചില്ല. അവർക്ക് എന്തോ സംശയം തോന്നി. സാധാരണ സാവിത്രിയെ കാണുമ്പോൾ ഡോക്ടർമാർ രാജസ്ഥാനിൻ്റെ വിവരം പറയാറുള്ളതാണ്. മുൻ ആഭ്യന്തരമന്ത്രിയുടെ ഭാര്യ എന്ന പരിഗണന ഡോക്ടർമാർ അവർക്ക് നൽകിയിരുന്നു. സാവിത്രി വാതിലിനരികിൽ ശങ്കിച്ചു നിന്നു. പെട്ടെന്ന് രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് താര പരിഭ്രമിച്ച വെട്ടിൽ പുറത്തു വന്നു. മോളെ, സാവിത്രി വിളിച്ചു. ഞെട്ടിയതുപോലെ താര അവരെ തുറച്ചു നോക്കി. അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? അത് ഡോക്ടർമാർ പറയും. വല്ല വിധേനയും അത്രയും പറഞ്ഞിട്ട് താര തിടുക്കത്തിൽ പോയി. സാവിത്രിക്ക് ആശങ്ക വർദ്ധിച്ചു. അവർ ഫോണെടുത്ത് രാഹുലിനെ വിളിച്ചു. 5 മിനിറ്റിനുള്ളിൽ രാഹുലും അവിടെ എത്തി. ആ സമയം ഐസിയുവിനുള്ളിൽ ഡോക്ടർമാർ പരസ്പരം നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് എന്താണെന്നാണ് മനസ്സിലാകാത്തത്, ഒരാൾ പിറുപിറുത്തു. ഇന്നലെ വൈകിട്ടും നല്ല പ്രോഗ്രസ് ഉണ്ടായിരുന്നു. മറ്റൊരാൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ വിളിച്ച് വിവരം പറഞ്ഞു. എന്തായാലും തൽക്കാലം ഈ ന്യൂസ് പുറത്തുവിടണ്ട. ജനങ്ങളും രാഷ്ട്രീയക്കാരും എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ലല്ലോ. ഞാൻ DGPയുമായും വകുപ്പ് മന്ത്രിയുമായും ഒന്ന് സംസാരിക്കുന്നുണ്ട്, സൂപ്രണ്ട് അറിയിച്ചു. താര വീണ്ടും അകത്തേക്ക് വന്നു. ഡോക്ടർ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും പുറത്തുണ്ട്. ഇപ്പോൾ തന്നെ ഇദ്ദേഹത്തെ കാണണമെന്ന് വാശി പിടിക്കുന്നു. ഡോക്ടർ വല്ലാതെ ഞെട്ടി. ആ നിമിഷം ഐസിയുവിൻ്റെ വാതിൽ തള്ളി തുറന്ന് രാഹുൽ അകത്തേക്ക് കടന്നു വന്നു. ഏയ്! ഡോക്ടർമാരിൽ ഒരാൾ പെട്ടെന്ന് മുന്നോട്ട് ചെന്ന് രാഹുലിനെ തടഞ്ഞു. എന്താണിത്? ഞങ്ങൾ പേഷ്യൻസിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയമാണ്, ഇതെന്നറിയില്ലേ? രാഹുൽ ഡോക്ടറെ തുറച്ചു നോക്കി. എന്നും ഈ സമയത്ത് ഞങ്ങൾ അച്ഛനെ കാണാറുള്ളതാണല്ലോ. പറയുന്നതിനിടയിൽ അവൻ ഡോക്ടറെ തോളിന് പുറത്തുകൂടി രാജസ്ഥാനം കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കി. പക്ഷേ അവിടെ കർട്ടൻ ഇട്ടിരിക്കുന്നതിനാൽ ഒന്നും കാണാൻ വയ്യ. മറ്റൊരു ഡോക്ടർ കൂടി രാഹുലിൻ്റെ അടുത്തേക്ക് വന്നു. നോക്കൂ രാഹുൽ, തൽക്കാലം നിങ്ങളെ രാജസ്ഥാനം സാറിൻ്റെ അടുത്തേക്ക് അയക്കുവാൻ ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തെ ഞങ്ങൾ വീണ്ടും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണ്. രാഹുലിൻ്റെ മുഖത്ത് സംശയത്തിൻ്റെ ചൂരടിച്ചു. അതെന്താ പെട്ടെന്ന് അങ്ങനെ? ഇന്നലെ ഞാൻ കാണുമ്പോഴും അച്ഛന് നല്ല മാറ്റം ഉണ്ടായിരുന്നല്ലോ. ശരിയാണ്, പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷുഗർ ലെവൽ വല്ലാതെ ഡൗൺ ആയിരിക്കുന്നു. പ്രഷർ കൂടിയിട്ടുണ്ട്. രാഹുൽ അമ്പരന്നു. ഡോക്ടർ? യെസ്. അയാൾ രാഹുലിൻ്റെ തോളിൽ കൈവച്ചു. ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ലല്ലോ. ദൈവസഹായം കൂടി വേണം. അതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും കരുതുന്നത്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. രാഹുൽ തലയനക്കി. ശരി ഡോക്ടർ. അവൻ മെല്ലെ തിരിഞ്ഞ് പുറത്തേക്ക് നീങ്ങി. ഡോക്ടർ ആശ്വാസത്തോടെ നിശ്വസിച്ചു. അപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തിടുക്കത്തിൽ കടന്നു വന്നു. തൽക്കാലം ഈ വാർത്ത പുറത്തു വിടണ്ടെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. DGPയും അങ്ങനെ തന്നെ പറഞ്ഞു. ഡോക്ടർ മിണ്ടിയില്ല. നഴ്സ് താര ഡ്യൂട്ടി അവസാനിപ്പിച്ച് മടങ്ങി. രാഹുൽ അമ്മയോട് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു സംശയം അവന് അപ്പോഴും ബാക്കി നിന്നു. അച്ഛൻ്റെ നില പെട്ടെന്ന് വഷളാകാൻ കാരണമെന്ത്? അല്പം മദ്യപിക്കണമെന്ന് അവന് തോന്നി. മുറിയിലാണെങ്കിൽ മദ്യയിരിപ്പില്ല. മെഡിക്കൽ കോളേജിനടുത്തുള്ള ബാർ ഉടമയെ അവനറിയാം. 11 മണിക്ക് ബാർ ഓപ്പൺ ആകും. എങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ തനിക്ക് കിട്ടും എന്ന് രാഹുലിന് ഉറപ്പുണ്ട്. രാഹുൽ അവിടേക്ക് നടന്നു. തൻ്റെ റേഞ്ച് റോവർ കാർ സ്പാനർ മൂസ അടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിനാൽ അവന് വേറെ വണ്ടി അവിടെ ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ രോഗിയെ എത്തിച്ചിട്ട് മടങ്ങിയ ഒരു ഓട്ടോ അവൻ കൈ കാണിച്ച് നിർത്തി. അതിൽ കയറി. ഉർവശി ബാർ, അവൻ പറഞ്ഞു. ഓട്ടോ നീങ്ങി. മെഡിക്കൽ കോളേജ് ഗേറ്റ് കടന്നപ്പോൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന പോലീസിൻ്റെ ഒരു ബൊലേറോ ജീപ്പിൽ കണ്ണടുക്കി. കോ ഡ്രൈവർ സീറ്റിൽ ഒരു കാൽ പുറത്തേക്ക് നീട്ടി ഫുഡ് റെസ്റ്റിൽ ചവിട്ടിക്കൊണ്ടിരിക്കുന്നു CI ധനപാലൻ. ചുരിദാർ അണിഞ്ഞ ഒരു യുവതി ജീപ്പിനടുത്തേക്ക് ചെല്ലുന്നതും ധനപാലൻ ഒരു പൊതി നീട്ടുന്നതും അവൻ കണ്ടു. യുവതി പെട്ടെന്ന് ചുറ്റും ഒന്ന് നോക്കിയിട്ട് ആ പൊതി വാങ്ങി ബാഗിൽ വയ്ക്കുന്നു. പിന്നെ തിടുക്കത്തിൽ നടന്നു പോകുന്നു. അവളെയും കടന്ന് ഓട്ടോ ഉള്ളൂർ ഭാഗത്തേക്ക് നീങ്ങി. രാഹുൽ പെട്ടെന്ന് തലാൽപ്പം പുറത്തേക്ക് നീട്ടി നോക്കി. ബസ് സ്റ്റോപ്പിലെ വെയിറ്റിംഗ് ഷെഡിലേക്ക് കയറുന്ന അവളുടെ മുഖം മിന്നായം പോലെ കണ്ടു. നഴ്സ് താര. CIയും അവളുമായി എന്ത് ബന്ധം? രാഹുലിൻ്റെ തലച്ചോറിൽ ഒരു കരിന്തൽ പുളഞ്ഞുകുത്തി. അച്ഛനോടൊപ്പം രാത്രി ഐസിയുവിൽ അവളായിരുന്നെന്നും അവൻ പൊടുന്നനെ ഓർത്തു. CI ധനപാലനാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത ആളുമാണ്. ഓട്ടോ ബാറിന് മുന്നിൽ എത്തുമ്പോഴും രാഹുലിൻ്റെ മനസ്സിൽ നഴ്സ് താരയുടെ മുഖം മിന്നിക്കൊണ്ടിരുന്നു. ഉർവശി ബാറിൻ്റെ മാനേജറുടെ മുറിയിലേക്ക് രാഹുൽ കടന്നു ചെന്നു. അവനെ കണ്ട് അയാൾ ഭവ്യതയോടെ എഴുന്നേറ്റു. എന്താ സാർ രാവിലെ? രാജസ്ഥാനൻ സാറിന് എങ്ങനെയുണ്ട്? രാഹുൽ ഒരു ചെയറിലിരുന്നു. ഒന്നും പറയാറായിട്ടില്ല. തുടർന്ന് അവൻ തൻ്റെ ആഗമനോദ്ദേശം അറിയിച്ചു. അതിനെന്താ, ഇന്നലെ ഞാൻ എടുത്തു വെച്ച ഒരു ബോട്ടിൽ ഇവിടെ ഇരിപ്പുണ്ട്. മാനേജർ അലമാരിൽ നിന്ന് ഒരു കുപ്പി ബ്രാൻഡി എടുത്ത് അവൻ്റെ മുന്നിൽ വെച്ചു. പത്തനംതിട്ട രാജസ്ഥാനിൻ്റെ വീട്. പഴവങ്ങാടി ചന്ദ്രനെ കിടത്തിയിരുന്ന മുറിയിൽ നിന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. മലമൂത്ര വിസർജനത്തിൻ്റേത് മാത്രമല്ല, കട്ടിൽ കാലുകൾക്ക് അടിയിൽ അമർത്തി വെച്ചിരുന്ന കൈവെള്ളയിൽ വ്രണമായി തുടങ്ങിയിരുന്നു. അതിൽ നിന്നും ദുർഗന്ധം വരുന്നുണ്ട്. എന്ത് ചെയ്യണം? സാദിക്കും വിക്രമനും പരസ്പരം നോക്കി. മൂസയണ്ണനെ പോലീസും പിടിച്ചു. അങ്ങോട്ട് വിളിക്കരുതെന്നാണ് രാഹുൽ സാർ പറഞ്ഞിരിക്കുന്നതും. സാദിക്ക് പഴവങ്ങാടി ചന്ദ്രനിലേക്ക്
ഒരിക്കൽ കൂടി നോട്ടം നട്ടു. അയാൾക്കിപ്പോൾ ശ്വാസം മാത്രമേയുള്ളൂ. രാഹുൽ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വിവരം അറിയിക്കാതെ പറ്റത്തില്ലല്ലോ. അവൻ ഇവിടെ കിടന്ന് ചത്താൽ നമ്മളെന്ത് ചെയ്യും? രണ്ടും കൽപ്പിച്ച് വിക്രമൻ തൻ്റെ ഫോണെടുത്ത് രാഹുലിനെ വിളിച്ചു. അപ്പുറത്ത് നിന്ന് ആദ്യം കേട്ടത് ഒരു തെറിയാണ്. വിളിക്കരുതെന്ന് പറഞ്ഞതല്ലേടാ ഞാൻ. അതല്ല സാറേ, വിക്രമൻ കാര്യം ചുരുക്കി പറഞ്ഞു. അപ്പുറത്ത് ഒരു നിമിഷത്തെ മൗനം. പിന്നെ രാഹുലിൻ്റെ ശബ്ദം കേട്ടു. ഒരു കാര്യം ചെയ്യേ, ഇന്ന് സന്ധ്യ കഴിഞ്ഞ് ചന്ദ്രനെ വീടിന് പിന്നിലുള്ള സേഫ്റ്റി ടാങ്കിൽ തള്ളിയിട്. ചത്താലും ഇല്ലെങ്കിലും. പിന്നെ മൂസയെ നോക്കണ്ട, അവൻ പോയി. വിക്രമൻ പകച്ചുപോയി. അത് കണ്ട് സാദിക്കും അമ്പരന്നു. എന്താണ് കാര്യമെന്ന് അയാൾ ആംഗരൂപേണ തിരക്കി. പറയാം എന്ന് വിക്രമൻ ആംഗ്യം കാട്ടി. രാഹുൽ തുടർന്നു. ചത്തവനെക്കുറിച്ചൊന്നും ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. ചന്ദ്രനെ ഒഴിവാക്കി ശേഷം രാത്രിയിൽ തന്നെ അവിടെ കിടക്കുന്ന ഇന്നോവ കാർ എടുത്തുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പോരണം. ചില അത്യാവശ്യമുണ്ട്. ശരി സാർ. കാൽ മുറിച്ചിട്ട് വിക്രമൻ സാദിക്കിന് നേരെ തിരിഞ്ഞു. സ്പാനർ കാണാൻ പോയടാ. എങ്ങനെ? സാദിക്ക് നടുങ്ങി. ഒന്നും അറിയത്തില്ല. ഒരു പക്ഷേ പോലീസുകാരെ കൊന്നതായിരിക്കും. എങ്കിൽ സാദിഖിൻ്റെ മുഖം വലിഞ്ഞു മുറുക്കി. ഏതവനാണ് അത് ചെയ്തതെങ്കിലും വിടത്തില്ല നമ്മൾ. കൊത്തി നുറുക്കിയിരിക്കും. വിക്രമൻ രാഹുൽ ആദ്യം പറഞ്ഞ കാര്യവും സാദിഖിനോട് പറഞ്ഞു. പഴവങ്ങാടി ചന്ദ്രനെ ഒഴിവാക്കുന്നത്. ജീവനോടെയോ? എങ്കിൽ ഇപ്പോഴേ അവനെ അങ്ങ് കൊന്നാലോ? അതിൻ്റെ ആവശ്യം വരത്തില്ല. വേകുമ്പോഴേക്കും അവനങ്ങ് ചത്തോളും. ചന്ദ്രനെ കിടത്തിയിരുന്ന മുറിയുടെ വാതിലടച്ചിട്ട് ഇരുവരും പിൻവാങ്ങി. സമയം ഉച്ച കഴിഞ്ഞു. കോഴഞ്ചേരി കോളേജ് ജംഗ്ഷനിൽ കിടക്കുകയായിരുന്നു പിങ്ക് പോലീസിൻ്റെ ടൊയോട്ട കാർ. SI വിജയ അതിലിരുന്ന് ആർക്കോ ഫോൺ ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ചെറുക്കോൽപ്പുഴ ഭാഗത്തു നിന്ന് വന്ന ഒരു വെളുത്ത സുമോ വാൻ പിങ്ക് പോലീസിൻ്റെ ടൊയോട്ടയെ കടന്ന് വൺവേയിലേക്ക് തിരിഞ്ഞു. ഫോൺ ചെയ്യുന്നതിനിടയിൽ യാദൃശ്ചികമായി വിജയുടെ കണ്ണുകൾ അതിൽ പതിഞ്ഞു. പിന്നെ വിളിക്കാം. വിജയ പെട്ടെന്ന് ഫോൺ കട്ടാക്കി. പിന്നെ ഒരു വട്ടം കൂടി സുമോയിലേക്ക് തുറച്ചു നോക്കി. അതിൻ്റെ പിൻഗ്ലാസിൽ ഡ്രാഗണിൻ്റെ ചിത്രം. വിജയുടെ തലച്ചോറിൽ ഒരു മിന്നലുണ്ടായി. സ്പാനർ മൂസയെ വധിക്കാൻ വന്നവരുടെ വാഹനം. സുമം. വനിതാ ഡ്രൈവറെ നോക്കി വിജയ ഒച്ച വെച്ചു. വണ്ടിയെട്, ആ സുമോയെ പിടിക്കണം. സുമം തിടുക്കത്തിൽ ടൊയോട്ട സ്റ്റാർട്ട് ചെയ്തു. ഒന്നും മനസ്സിലാകാതെ. ബാക്കി വനിതാ പോലീസുകാരും സംശയത്തോടെ വിജയയെ നോക്കി. എന്താ മാഡം? പിന്നിലിരുന്ന് CPO നിർമ്മല തിരക്കി. പറയാം. വിജയ തിടുക്കം കൂട്ടി. സുമം ക്വിക്ക്. സുമത്തിൻ്റെ കാൽ ക്ലച്ചിൽ അമർന്നു. ഗിയർ മിന്നൽ വേഗത്തിൽ വീണു. അവൾ ആക്സിലേറ്റർ ഞെരിച്ചു. എടുത്തു ചാടുപോലെ ടൊയോട്ട മുന്നോട്ട് കുതിച്ചു. തൊട്ടുമുന്നിലെ വളവിൽ എത്തിയിരുന്ന സുമോ. വിജയ പെട്ടെന്ന് സെൽഫോൺ എടുത്ത് റെഡ് വാട്സപ്പ് ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് ഒരു മെസ്സേജ് നൽകി. സുമോ അപ്പോഴേക്കും വൺവേ പിന്നിട്ട് കോഴഞ്ചേരി നാരങ്ങാന റോഡിലേക്ക് കയറി. ഒപ്പം വലത്തേക്ക് വെട്ടിത്തിരിഞ്ഞു. ആ സമയം നാരങ്ങാന ഭാഗത്തുനിന്ന് ചീറി വന്ന 2 ടോറസ് ലോറികൾ സുമോയ്ക്കും ടൊയോട്ടയ്ക്കും മധ്യേ ആയി. വിജയ കൈ ചുരുട്ടി ഡാഷ്ബോർഡിന് മീതെ ഇടിച്ചു. എതിർദിശയിലേക്കും ധാരാളം വണ്ടികൾ വരുന്നുണ്ടായിരുന്നതിനാൽ പിങ്ക് പോലീസിന് ഓവർടേക്ക് ചെയ്യാനും കഴിയുന്നില്ല. ഹോണടിക്കരുത് സുമോ, വിജയ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. കോഴഞ്ചേരി തെക്കേമല റോഡിലെ സിഗ്നൽ ലൈറ്റിന് തൊട്ടടുത്തെത്തി ടൊയോട്ട. അടുത്ത നിമിഷം ചുവപ്പ് ലൈറ്റ് കത്തി. സുമോയും ടോറസുകളും തൊട്ടുമുന്നിൽ ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞിരുന്നു. സുമ നിർത്തണ്ട, വിജയുടെ കൽപ്പന. പച്ച ബൾബ് തെളിഞ്ഞപ്പോൾ തെക്കേമല ഭാഗത്തേക്ക് ചീറി വന്ന ഒരു ഇന്നോവ കാറിന് ഒരുമിയതുപോലെ ടൊയോട്ട തിരിഞ്ഞു. ഇലക്ട്രിസിറ്റി ഓഫീസിനരികിൽ നിന്ന് സുമോ വലത്തേക്ക് വൺവേയിലേക്ക് തിരിയുന്നത് കണ്ടു. ടോറസുകൾ നേരെ പോയി. സുമോയിൽ 4 പേർ ഉണ്ടായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന മൊട്ടത്തലയൻ ഇടയ്ക്ക് റിയർ വ്യൂ മിററിലൂടെ നോക്കി. പിന്നെ മറ്റുള്ളവരോട് പറഞ്ഞു. പിങ്ക് പോലീസിൻ്റെ ഒരു വണ്ടി കുറച്ചു നേരമായി നമ്മുടെ പിന്നിലുണ്ട്. നമ്മളെ ഫോളോ ചെയ്യുകയാണോ എന്നൊരു സംശയം. മറ്റു 3 പേരും തിരിഞ്ഞു നോക്കി. അതാവാൻ വഴിയില്ല. എങ്കിലും ചവിട്ടി വിട്ടോ, ഒരാൾ പറഞ്ഞു. മൊട്ടത്തലയൻ തൻ്റെ സെൽഫോൺ എടുത്തു. ഡ്രൈവർ ആക്സിലേറ്റർ പെഡലിൽ കാൽ ഒന്നുകൂടി അമർത്തി. കോഴഞ്ചേരി വണ്ടിപ്പേട്ട പിന്നിട്ട് സുമോ. തൊട്ടു പിന്നിൽ എത്തിയിരുന്നു ടൊയോട്ടയും. അടുത്ത നിമിഷം വണ്ടിപ്പേട്ടയിൽ നിന്ന് ഒരു ടെമ്പോ ട്രാവലർ റോഡിലേക്ക് ചാടിയിറങ്ങി. സുമത്തിന് ബ്രേക്ക് അമർത്താനുള്ള നേരം കിട്ടിയില്ല. ടൊയോട്ട കാർ അതിൻ്റെ പിന്നിലിടിച്ചു. ബോണറ്റ് വളഞ്ഞ് മുകളിലേക്ക് ഉയർന്നു. പിന്നിലിരുന്നവർ മുൻസീറ്റിൽ വന്നു മുട്ടി. വിജയും സുമവും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതിനാൽ അവർക്ക് മുന്നിൽ എയർബാഗ് വീർത്തു വന്ന് രക്ഷയൊരുക്കി. ആക്സിഡൻറ്റ് ഉണ്ടായതല്ല, മറിച്ച് സുമോയിലുള്ളവർ രക്ഷപ്പെട്ടതിലായിരുന്നു വിജയ്ക്ക് കുണ്ഠിതം. ജനം ഓടിക്കൂടി. ആ നേരത്ത് സുമോ കോഴഞ്ചേരി പമ്പ നദിക്ക് കുറുകെയുള്ള പാലം കടന്നിരുന്നു. അവിടെ 6 മീറ്റർ മുന്നിലേക്ക് മാറിയതും ചരൽക്കുന്ന് ഭാഗത്തുനിന്ന് വന്ന ഒരു പോലീസിൻ്റെ ബൊലോറോ റോഡിലേക്ക് കുറുകെ നിന്നു. തൊട്ടു മുന്നിൽ സുമോയും ബ്രേക്കിട്ടു. മൊട്ടത്തലയൻ പെട്ടെന്ന് ആർക്കോ ഒരു കോൾ അയച്ചിട്ട് ഫോൺ പോക്കറ്റിലിട്ടു. ബൊലോറയിൽ നിന്ന് 5 കാക്കിധാരികൾ ചാടിയിറങ്ങി. നീട്ടിപ്പിടിച്ച പിസ്റ്റളുമായി അവർ സുമോവാൻ വളഞ്ഞു. അതിനുള്ളിൽ ഇരുന്നവർക്ക് പ്രതിരോധിക്കാൻ പോലും കഴിഞ്ഞില്ല. റോഡ് പെട്ടെന്ന് ബ്ലോക്കായി. പോലീസ് ഉദ്യോഗസ്ഥർ സുമോയിൽ വന്നവരെ കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ അവിടെ നടക്കുന്നത് അത്രയും തൻ്റെ ഫോണിലൂടെ തിരുവനന്തപുരത്തിരുന്ന് കേൾക്കുകയായിരുന്നു മുൻ ആഭ്യന്തരമന്ത്രി രാജസാനിൻ്റെ മകൻ രാഹുൽ. അവൻ നടുങ്ങി വിറച്ചുപോയി. അവരുടെ നാവിൽ നിന്ന് തൻ്റെ പേരെങ്ങാനും പുറത്തു വന്നാൽ. ഒരാളുടെ ശബ്ദം ഫോണിലൂടെ അവൻ കേട്ടു. നിന്നെയൊക്കെ ഞങ്ങൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അറിയേണ്ട ആദ്യ കാര്യം, ആർക്കു വേണ്ടിയാണ് നീയൊക്കെ മൂസയെ കൊന്നത്? രാഹുലിനെ നെഞ്ചിടിപ്പേറി. ആ ചോദ്യത്തിനുള്ള ഉത്തരമല്ല തൻ്റെ ഫോണിലൂടെ കേൾക്കുന്നതെന്ന് രാഹുൽ അറിഞ്ഞു.
എല്ലാവരും എസ് ഐമാരാണ് അല്ലേ? ബിന്ദുലാൽ, ആർച്ചവ്, ഉമേഷ് കുമാർ, ബെഞ്ചമിൻ, വിഷ്ണുദാസ്. കൊള്ളാം. ആ ഉത്തരം തനിക്കുള്ള സൂചനയാണെന്ന് രാഹുൽ അറിഞ്ഞു. തങ്ങളെ പിടിച്ചത് ആരെന്ന് അറിയിക്കുവാൻ വേണ്ടിയാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. പെട്ടെന്ന് ഒരു അടിയുടെ ഒച്ചയും നേർത്ത ഞരക്കവും കേട്ടു. അതേടാ, നിൻ്റെയൊക്കെ തമ്പുരാക്കന്മാരെ കൊടുക്കാൻ ഇറങ്ങിയിരിക്കുന്ന പോലീസാണ് ഞങ്ങൾ. ഇനി നിൻ്റെയൊന്നും ശവം പോലും ഞങ്ങൾ ആർക്കും കൊടുക്കില്ല. നീയൊക്കെ തീർത്തില്ലേലും ഞങ്ങൾ മോശയെ കൊന്നേനേടാ. അത് കേട്ടതും രാഹുലിൻ്റെ തലച്ചോറിൽ ഒരു ഇടിമിന്നൽ പൊളഞ്ഞു. ചുട്ടിപ്പാറയിൽ വെച്ച് സ്പാനർ മോസയെയും സംഘത്തെയും ആക്രമിച്ചത് ഇതേ സംഘമാകും. റാന്നിയിൽ തൻ്റെ ആളുകളെ കൊന്നതും ഇവരാകും. പിന്നെ മലയാളപ്പുഴയിൽ വെച്ച് അമ്മിണിയെയും മറ്റും കൊന്നതും. ആ 5 പേരുടെയും പേരുകൾ മനസ്സിൻ്റെ ഭിത്തിയിൽ കത്തിക്കൊണ്ട് കോറിയിട്ടു രാഹുൽ. അവർക്ക് മാപ്പില്ല. അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. പൊടുന്നനെ അവൻ്റെ മുറിയുടെ വാതിലിൽ ആരോ മുട്ടി. രാഹുൽ എഴുന്നേറ്റ് വാതിൽ തുറന്നു. മുന്നിൽ മെഡിക്കൽ കോളേജ് CA ധനപാലിനെയും സംഘത്തെയുമാണ് ആദ്യം കണ്ടത്. അവർക്ക് പിന്നിൽ DGP ഇർഫാൻ മുഹമ്മദും മുഖ്യമന്ത്രി വേലായുധൻ മാസ്റ്ററും. രാഹുൽ അമ്പരന്നു. എന്താ എല്ലാവരും കൂടി? ആരും മിണ്ടിയില്ല. ധനപാലിനും സംഘവും അകന്നു നിന്നു. അവർക്കിടയിലൂടെ DGPയും മുഖ്യമന്ത്രിയും മുറിയിൽ കടന്നു. വേലായുധൻ മാസ്റ്റർ രാഹുലിൻ്റെ തോളിൽ കൈവച്ചു. നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. രാഹുലിന് കാര്യം പിടികിട്ടിയില്ല. എന്താ കാര്യം? മാസ്റ്റർ ശബ്ദത്തിൽ പതർച്ച വരുത്തി. രാജസേനൻ പോയി. രാഹുലിൻ്റെ കാതിൽ പ്രപഞ്ചം നടുങ്ങുമാറ് ഉച്ചത്തിലുള്ള ഒരു വെള്ളിടിയായി ആ ശബ്ദം. മാസ്റ്ററുടെ കൈ തട്ടിക്കളഞ്ഞിട്ട് അവൻ അയാളെയും ഇർഫാൻ മുഹമ്മദിനെയും തുറച്ചു നോക്കി. ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. അവൻ തല കുടഞ്ഞു. പെട്ടെന്ന് പച്ചക്കമ്പ് വലിച്ചു കീറും പോലെ ഒരു നിലവിളി കേട്ടു. മോനെ! DGPക്കും CPMനും ഇടയിലൂടെ രാഹുൽ നോക്കി. വിലപിച്ചുകൊണ്ട് ഓടിവരുന്ന സാവിത്രി. അവർക്ക് പിന്നിൽ ചാനലുകാർ. മോനെ! അദ്ദേഹം! അവർ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. രാഹുൽ പകച്ചു ചുറ്റും നോക്കുകയാണ്. CI ധനപാലിൻ്റെ മുഖത്ത് ഒരു ഗൂഢ മന്ദസ്മിതം അവൻ കണ്ടു. രാഹുലിൻ്റെ ഉള്ളിൽ കനലുകൾ ഇളകി. രാവിലെ കണ്ട രംഗങ്ങൾ അവൻ്റെ കൺമുന്നിൽ വീണ്ടും വീണ്ടും മിന്നി. രാഹുൽ നോട്ടം മാറ്റി. സങ്കടം ഭാവിച്ച് മാസ്റ്റർ അറിയിച്ചു. സംഭവിച്ചതിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കരുതെന്ന് ഞാൻ പറയില്ല. പക്ഷേ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളണം നമ്മൾ. രാഹുൽ ഒന്നും കേട്ടില്ല. അമ്മയെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് അവൻ പുറത്തേക്ക് കുതിച്ചു. വെന്റിലേറ്റർ റൂമിന് മുന്നിലും ധാരാളം പോലീസ് ഉണ്ടായിരുന്നു. അപ്പോഴും പിന്നാലെ ചാനലുകാരും കുതിച്ചു വരുന്നുണ്ട്. പോലീസിനെ തള്ളിമാറ്റി രാഹുൽ വാതിൽ ചവിട്ടി തുറന്നു. അകത്ത് അച്ഛൻ്റെ ദീർഘവുമായ ശരീരം. അതിലേക്ക് നോക്കി നിന്നെങ്കിലും ഒരു തുള്ളി കണ്ണീർ പൊടിഞ്ഞില്ല രാഹുലിൻ്റെ കണ്ണുകളിൽ. അവൻ്റെ കടപ്പല്ലുകൾ ചേർന്ന് ഞെരിഞ്ഞു. രാഹുൽ! പിന്നിൽ വേലായുധൻ മാസ്റ്ററുടെ ശബ്ദം. KSRTCയുടെ ഒരു പുതിയ വോൾവോ ബസ്സിൽ നമ്മൾ വിലാപയാത്രയായി സേനനെ കൊണ്ടുപോകും. പിന്നെ വേണ്ട. കൈ ഉയർത്തിക്കൊണ്ട് രാഹുൽ വെട്ടിത്തിരിഞ്ഞു. അച്ഛനെ ഇവിടുത്തെ മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കാൻ പോവുകയാണ് ഞാൻ. എന്തിന്? മാസ്റ്റർ നെറ്റിച്ചുളിച്ചു. അത് നിങ്ങളറിയും. പിന്നാലെ കൊടുങ്കാറ്റ് പോലെ അവൻ പുറത്തേക്ക് പാഞ്ഞു. മുഖ്യമന്ത്രി വേലായുധ മാസ്റ്റർ ഒരു നിമിഷം ചകിതനായി. രാഹുൽ എന്തിനെങ്ങനെ ചെയ്യുന്നു? രാജസാൻ്റെ ബോഡി മോർച്ചറിയിൽ വയ്ക്കേണ്ട ആവശ്യമെന്ത്? എന്തെങ്കിലും തക്കതായ ലക്ഷ്യമില്ലാതെ രാഹുൽ അങ്ങനെ ചെയ്യില്ല. മാസ്റ്റർക്ക് പിന്നാലെ വെന്റിലേറ്ററിലേക്ക് വന്ന DGP ഇർഫാൻ മുഹമ്മദിനോട് അയാൾ കാര്യം ചുരുക്കി പറഞ്ഞു. ഇർഫാൻ മുഹമ്മദ് രാജസാൻ്റെ മൃതദേഹത്തിന് മുന്നിൽ ഒരു നിമിഷം തൊപ്പിയൂരി മൗനമായി നിന്നു. ശേഷം തൊപ്പി വീണ്ടും വെച്ച് മാസ്റ്റർക്ക് നേരെ തിരിഞ്ഞു. സാർ, ബോഡി മോർച്ചറിയിൽ വയ്ക്കരുതെന്ന് നമുക്ക് പറയാനാവില്ല. പക്ഷേ അത് പിന്നെ ജനങ്ങൾക്കും പാർട്ടിക്കാർക്കും ഇടയിൽ ഒരുപാട് സംശയങ്ങൾക്ക് വഴിവയ്ക്കും. മാസ്റ്റർ നഖം കടിച്ച് ചിന്തയോടെ നിന്നു. രാജസ്ഥാന മന്ത്രിസഭയിലുള്ളപ്പോൾ തന്നെ തലവേദനയായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ടും ഒരു ബാധയായി തന്നെ പിന്തുടരുകയാണോ? അപ്പോൾ രാഹുൽ അമ്മയുമായി സംസാരിച്ചു. സാവിത്രിക്ക് ഭർത്താവിൻ്റെ ശരീരം മോർച്ചറിയിൽ വയ്ക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അത് വേണോടാ? അവർ അർദ്ധശങ്കയോടെ തിരക്കി. വേണം. രാഹുലിൻ്റെ ശബ്ദം മുറുകി. അത് എന്തിനെന്ന് പിന്നീട് അമ്മയ്ക്ക് ബോധ്യമാകും. അവസാനം മകൻ്റെ നിർബന്ധത്തിന് ആ സ്ത്രീ വഴങ്ങി. പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കി രാജസാൻ്റെ ശരീരം മോർച്ചറിയിലേക്ക് മാറ്റി. പേപ്പറുകളിൽ ഒപ്പിട്ട് കൊടുത്തത് രാഹുലാണ്. മരണ വാർത്തയറിഞ്ഞ് മറ്റ് മന്ത്രിമാരും രാജസാൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട MLAമാരും ധാരാളം പ്രവർത്തകരും എത്തിച്ചേർന്നിരുന്നു. രാഹുൽ വളരെ വേഗത്തിൽ അടുത്ത ചില ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ട് ഒരു ടാക്സി കാറിൽ സാവിത്രിയെ പത്തനംതിട്ടയ്ക്ക് അയച്ചു. ഒപ്പം എത്രയും വേഗം എത്തിച്ചേരുവാൻ വിക്രമനും സാദിഖിനും നിർദ്ദേശം നൽകി. പോലീസിൻ്റെ കണ്ണുകൾ തന്നെ പിന്തുടരും എന്ന് അറിയാം രാഹുലിന്. അതിനാൽ അവിടെ എത്തിയ MLAമാരിൽ ഒരാളുടെ വണ്ടിയിൽ അവൻ അവിടെ നിന്നും മാറി സ്റ്റാച്യു ജംഗ്ഷനിൽ ഇറങ്ങുകയും തുടർന്ന് ഒരു ഓട്ടോയിൽ ശ്രീകാര്യത്തിന് പോകുകയും ചെയ്തു. തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ താൻ പട്ടണത്തിലേക്ക് തന്നെയാണ് പോയത് എന്ന് വിചാരിക്കാനാണ് അവൻ അങ്ങനെ ചെയ്തത്. ശ്രീകാര്യത്തിന് ഒരു ലോഡ്ജിൽ അവൻ മുറിയെടുത്തു. അപ്പോൾ കോഴഞ്ചേരിയിലെ ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ എത്തിയിരുന്നു പിങ്ക് പോലീസ് SI വിജയ. എയർബാഗുള്ള കാർ ആയതിനാൽ അവൾക്ക് ഒന്നും പറ്റിയിരുന്നില്ല. പിൻസീറ്റിലിരുന്ന നിർമ്മലയ്ക്കും ശാന്തിനിക്കും അമലയ്ക്കും വിജയ്ക്കും അല്പസ്വല്പം പരിക്കുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കയറി അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകി സ്വന്തം വീടുകളിലേക്ക് പറഞ്ഞയച്ച ശേഷമായിരുന്നു അവൾ മടങ്ങിയത്. TV-യിൽ മുൻ ആഭ്യന്തരമന്ത്രി രാജസാൻ്റെ മരണവും അയാളെ മോർച്ചറിയിൽ വച്ചതുമൊക്കെ വരുന്നുണ്ട്.
ഒരു ശല്യം തീർന്നു. വിജയ പിറുപിറുത്തു. മാലിനി തലതിരിച്ച് അവളെ ഒന്ന് നോക്കി. നിനക്കിപ്പോഴും അയാളോട് പകയാണല്ലേ? പതിഞ്ഞതായിരുന്നു ചോദ്യം. അയാളോട് മാത്രമല്ല, മകൻ രാഹുലിനോടും പിന്നെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന കള്ളൻ മാസ്റ്ററോടും. അങ്ങനെ തന്നെ. മാലിനി വിഷാദത്തിൽ ചിരിച്ചു. വെറും ഒരു SI ആയ നീ പക വച്ച് പുലർത്തിക്കൊണ്ട് ഇരുന്നിട്ട് എന്താടി കാര്യം? പിന്നെ എൻ്റെ അച്ഛനെയും അനുപേട്ടനെയും നമ്മുടെ സത്യനെയും ആനന്ദരാജിനെയും പ്രസീതയെയും അങ്ങനെ എത്രയെത്ര നിരപരാധികളെ കൊന്നൊടുക്കി അവർ. അവരോട് ഞാൻ ക്ഷമിക്കണമെന്നാണോ അമ്മ പറയുന്നത്? അല്ലാതെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? വിജയുടെ മുഖം പെട്ടെന്ന് മുറുകി. കണ്ണുകളിൽ വൈരപ്പൊടി വീണതുപോലെയുള്ള തിളക്കം. അവൾ എന്തോ പറയാൻ ഭാവിക്കുകയായിരുന്നു. പൊടുന്നനെ മുറ്റത്ത് ഒരു വാഹനം ബ്രേക്കിട്ടു. വിജയുടെ പുരികം ചുളിഞ്ഞു. അവൾ വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു. മുറ്റത്ത് വന്നു നിന്നത് പോലീസിൻ്റെ ബൊലേറോ ആയിരുന്നു. അതിൽ നിന്ന് റെഡ് ഗ്രൂപ്പിൽപ്പെട്ട 5 SIമാർ ഇറങ്ങി വെളിച്ചത്തിലേക്ക് വന്നു. വരൂ, വിജയ പുഞ്ചിരിച്ചു. 5 പേരും ഹാളിലെത്തി. അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവുമെന്ന് അറിയാം മാലിനിക്ക്. ആ സ്ത്രീ പെട്ടെന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. 5 പേരും ഇരുന്നു. വിജയയും. കസ്റ്റഡിയിൽ എടുത്തവരിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ? ജിജ്ഞാസയോടെ വിജയ തിരക്കി. കിട്ടി, ഒരുപാട്. പറഞ്ഞത് ബെഞ്ചമിനാണ്. ബാക്കി അറിയിച്ചത് ബിന്ദുലാൽ. അവർ കുമളി സ്വദേശികളായ കൊട്ടേഷൻ ഗ്രൂപ്പാണ്. രാഹുൽ ഇറക്കുമതി ചെയ്തവർ. ഇവിടെ പല ദൗത്യവും ഉണ്ടായിരുന്നു അവർക്ക്. ബിന്ദുലാൽ ഒന്ന് നിർത്തി. ആ നേരം ആർജവ് ചുണ്ടനക്കി. സ്പാനർ മൂസ പിടിയിലാകും മുമ്പേ അവന്മാർ ഇങ്ങെത്തിയിരുന്നു. പിന്നെ അയാൾ നമ്മുടെ കസ്റ്റഡിയിലായപ്പോൾ പെട്ടെന്ന് തീർത്തെന്നു മാത്രം. ഏറ്റവും വിചിത്രമായ കാര്യം, അവരിൽ നിന്നറിഞ്ഞത് രാജസ്ഥാനൻ മുഖ്യമന്ത്രിയാകും എന്നായിരുന്നു. ഭരണം നടത്തുന്നത് രാഹുലും. അതായിരുന്നു തീരുമാനം. പക്ഷേ രാജസ്ഥാനൻ ചത്തല്ലോ. വിജയ ചിരിച്ചു. അതുകൊണ്ട് കാര്യം തീരില്ല. ഇനിയാണ് കൂടുതൽ നാടകം നടക്കാൻ പോകുന്നത്. ബെഞ്ചമിനും പറഞ്ഞു. പക്ഷേ അത് എത്തരത്തിലാകുമെന്ന് ഇപ്പോൾ പറയുക പ്രയാസം. അപ്പോൾ വിഷ്ണുദാസ് സംസാരിച്ചു. എന്തായാലും രാഹുലും ചീഫ് മിനിസ്റ്ററും പോലെയുള്ള ചില കുറ്റവാളികളെ അമർച്ച ചെയ്യാൻ ഈ ഇടവേള നമുക്ക് പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾ കരുതുന്നു. വിജയ്ക്ക് അല്പം ആവേശം കൂടി. എന്നാൽ ബിന്ദുലാൽ പറഞ്ഞ മറ്റൊരു കാര്യം അവളെ അമ്പരപ്പിച്ചു. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തവർക്ക് പാരലായി തമിഴ്നാട്ടിലെ ഉത്തമ പാളയത്തു നിന്ന് ക്രിമിനലുകളടങ്ങിയ ഒരു 6 അംഗ സംഘത്തെയും രാഹുൽ വരുത്തിയിട്ടുണ്ട്. അവർ പക്ഷേ എവിടെയെന്ന് ആർക്കും അറിയില്ല. വിജയുടെ ആവേശം പെട്ടെന്ന് തണുത്തു. അതുകൊണ്ട് ആർജവ് തുടർന്നു. ഇനിയുള്ള നമ്മുടെ ഓരോ നീക്കവും വളരെ ശ്രദ്ധിച്ചായിരിക്കണം. പിന്നീട് അവർ അനന്തര കരുണയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പ്ലാൻ ചെയ്തു. അതിനിടെ ഇരുൾ മറയാക്കി ഒരാൾ പുറത്തു കിടന്നിരുന്ന ബൊലേറോയ്ക്ക് അടുത്തെത്തിയത് ആരും അറിഞ്ഞില്ല. അരമണിക്കൂർ കൂടി സംസാരിച്ചിരുന്ന ശേഷം 6 പേരും യാത്ര പറഞ്ഞു. സിറ്റൗട്ടിൽ വരെ വിജയയും ഇറങ്ങിച്ചെന്നു. ബൊലേറോ പിന്നോട്ടെടുത്ത് തിരിച്ചു ബിന്ദുലാൽ. മുൻസീറ്റിലിരുന്ന ആർജവ് വിജയ്ക്ക് നേരെ കൈ ഉയർത്തി വീശി. വിജയും കൈ ഉയർത്തി. ബൊലേറോ ഗേറ്റ് കടന്ന് 15 മീറ്ററോളം പോയി കാണും. വിജയ പിന്തിരിഞ്ഞു. അടുത്ത നിമിഷം ദിഗന്തം പിളരുന്ന ഒരു സ്ഫോടനം. അർദ്ധവിലാപത്തോടെ വിജയ നടുങ്ങിത്തിരിഞ്ഞു. അവൾ കാണുന്നത് ഇരുളിൽ ഒരു വലിയ തീഗോളം. തീപിടിച്ച ബൊലേറോയുടെ ഭാഗങ്ങൾ ചിതറിത്തെറിക്കുന്നു. അമ്മേ! അവൾ അലറിക്കരഞ്ഞു. അകത്തുനിന്ന് മാലിനി പാഞ്ഞെത്തി. അവരും കണ്ടു ഞെട്ടിക്കുന്ന ആ കാഴ്ച. മോളെ! മാലിനിയും ഉറക്കെ വിലപിച്ചു. ചൂട്ടുപോലെ കത്തിയരികയാണ് ബൊലേറോ. വിജയ അവിടേക്ക് കുതിച്ചു. സ്ഫോടനം കേട്ട് പ്രദേശവാസികളും ഓടിയെടുത്തു. തീക്കരികിലെത്തിയ വിജയെ കണ്ടു ചിതറിത്തെറിച്ച ശരീരങ്ങൾ. അറ്റുപോയ ഒരു കാൽ അവൾക്ക് മുന്നിൽ കിടന്നു പിടയുന്നു. കാലുകളില്ലാത്ത ശരീരത്തിൽ നിന്ന് ഒരു കൈ അനങ്ങി അവളുടെ കാലിൽ പിടിച്ചു. കഥ തുടരും.